Lord. Shall we read again from the book of the prophet Daniel, chapter 7, verses 2 and 3. പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 2-3 വാക്യങ്ങളെ ഒരാവർത്തി കൂടെ നമുക്ക് വായിക്കാം. ദാനിയേൽ വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. Daniel spake and said, I saw in my vision by night, and behold, the 4 winds of the heavens drove upon the great sea, and 4 great beasts came up from the sea, diverse one from another. Praise the Lord. ദൈവത്തിന് സ്തോത്രം. We are studying the word of God under the theme, the winds of heaven. ആകാശത്തിന്റെ കാറ്റുകൾ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നാം ഈ ദിനങ്ങളിൽ ദൈവവചനം പഠിച്ചു വരുന്നു. As we've been seeing in the first 2 days, these winds represent heavenly or supernatural activity. കഴിഞ്ഞ 2 രാത്രികളിലും നാം ധ്യാനിച്ചതുപോലെ ഈ കാറ്റുകൾ സ്വർഗീയമായതോ അഭൗമമായതോ ആയ പ്രവർത്തികളെ നിഴലിക്കുകയാണ്. There are 2 very powerful kingdoms, invisible kingdoms that are at war with each other. തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വളരെ ശക്തിയേറിയതായ 2 രാജ്യത്വങ്ങൾ ഉണ്ട്. And their battleground is humankind. അവരുടെ യുദ്ധകളമെന്നതോ അത് മാനവരാശിയാണ്. So we are caught in the middle of a huge big warfare. ഒരു വലിയ യുദ്ധത്തിന്റെ നടുവിലേക്ക് നാം ഏവരും പിടിക്കപ്പെട്ടിരിക്കുകയാണ്. This warfare is going to increase and attain a climax in our days. ഈ യുദ്ധം മുറുകി അത് ഒരു മൂർധന്യത്തിൽ എത്തുന്നതാകുന്നു ഈ കാലങ്ങൾ. There is a saying that to be forewarned is to be forearmed. ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്, മുന്നറിയിക്കപ്പെടുക എന്നാൽ ആയുധ സജ്ജരാക്കപ്പെടുക എന്നുള്ളതാണ്. So God is giving us a wake-up call so that we might be forewarned about what is going to happen in the very near future and prepare ourselves to join this battle on the right side. ആസന്ന ഭാവിയിൽ ഉണ്ടാകാവുന്ന ഈ ആസന്ന ഭാവിയിൽ വർദ്ധിച്ചു വരുന്നതായ ഈ യുദ്ധത്തിൽ ശരിയായ ഭാഗത്ത് നിന്നും നാമും ഈ യുദ്ധത്തോട് ചേരുവാൻ തക്കവണ്ണമുള്ള ഒരു ഉണർത്തു വിളിയാകുന്നു ഈ യോഗങ്ങൾ. Yesterday we saw how Israel is like a clock for the church to understand what is or what will happen in the church based on what is happening in Israel. ഇസ്രായേലിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ നാം നിരീക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ എങ്ങനെ ദൈവസഭയ്ക്ക് ഒരു ഘടികാരമായിരിക്കുന്നു എന്നുള്ളതിനെ കഴിഞ്ഞ രാത്രിയിൽ നാം ധ്യാനിച്ചു. Firstly, we saw how nations are surrounding Israel, all enemies around it. പ്രഥമമായി ജാതികൾ, ശത്രുക്കൾ ഇസ്രായേലിനെ എങ്ങനെ ചുറ്റി വളഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ നാം ശ്രദ്ധിച്ചു. In the same way, we also saw that there are many nations surrounding the church of God saying, let the church be defiled. ഇതുപോലെ സഭയെ ചുറ്റിവളയുന്ന അനേക ജാതികൾ സഭ മലിനയായി തീരട്ടെ എന്ന് പറയുന്നതിനെ നാം കാണുന്നു. We also saw yesterday how Israel is there's an attempt that Israel will be divided into two halves. ഇസ്രായേൽ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെടുവാൻ തക്കവണ്ണം ഉദ്ധരണിക്കപ്പെടുന്നതിനെ കഴിഞ്ഞ രാത്രിയിൽ നാം കാണുകയുണ്ടായി. We studied from that there is a spiritual movement fighting against the truth. ഇത് നാം കണ്ടെത്തി സത്യത്തിന് വിരുദ്ധമായ ഒരു ആത്മീയ മുന്നേറ്റം ഈ നാളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. We also saw that many lies are spreading all over the world and people are believing it. അനേകം ഭോഷ്കുകൾ ഭൂതലമെങ്ങും പ്രസിദ്ധമാക്കി പ്രചരിക്കപ്പെടുകയും അനേകർ ആ ഭോഷ്കുകളെ വിശ്വസിക്കുകയും ചെയ്യുന്നു. Thirdly, we also saw how there is a move against taking away the temple site of the Jews. മൂന്നാമതായി യഹൂദന്റെ ദേവാലയ അങ്കണം പിടിക്കപ്പെടുന്നതിനെ കുറിച്ച് നാം കാണുകയുണ്ടായി. So in the spiritual realm, the devil is trying to steal the presence of God away from our churches. ഈ ആത്മീക ഗോളത്തിൽ നിന്ന് ഈ ദൈവ സാന്നിധ്യത്തെ സാത്താൻ കവർന്നെടുക്കുവാൻ ഈ നാളുകളിൽ പരിശ്രമിക്കുകയാണ്. We have to be very careful to see that the devil does not plant his abomination of desolation in our churches or in our homes, which will make God move away from us. ദൈവത്തെ അകറ്റി കളയുവാൻ തക്കവണ്ണം ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ പൈശാചികൻ ശത്രു നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സഭകളിലും സ്ഥാപിക്കാതിരിപ്പാൻ തക്കവണ്ണം നാം ശ്രദ്ധേയരായിരിക്കണമെന്നുള്ളതിനെയും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. These spirits use all their subtlety to find some avenue, some doorway
through which they can gain entrance into our lives. നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ചില സാഹചര്യങ്ങളെയും ചില വാതിലുകളെയും ഈ സാത്താൻ വഞ്ചനാപരമായി, ഈ ശത്രു വഞ്ചനാപരമായി ഉളവാക്കുന്നതിനെ കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. They may come against us in our dreams. നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും അവൻ നമുക്കെതിരെ കടന്നു വരാം. They can try to find a doorway through our job opportunities. നമ്മുടെ തൊഴിൽ അവസരങ്ങളിൽ കൂടെയും അവൻ നമ്മുടെ ജീവിതത്തിൽ കടക്കുവാൻ ഒരു വാതിൽ കണ്ടെത്തിയേക്കാം. They can come by triggering certain old memories and find a way into our lives. ചില പഴയ സ്മരണകളെ തൊട്ടുണർത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുവാൻ വീണ്ടും പരിശ്രമിച്ചേക്കാം. They can try to find entry into our lives through a new relationship. പുതിയ ബന്ധങ്ങളിൽ കൂടെ അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാനും പരിശ്രമിക്കും. They can also find entry into our lives by renewing an old relationship. പഴയ ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ചുകൊണ്ടും അവൻ നമ്മുടെ ഉള്ളിൽ കയറിപ്പറ്റുവാൻ പരിശ്രമിക്കും. Some of the sins that we are engaged in can become avenues or doorways for the devil to gain entry into our lives. നാം ഇടപെട്ടിരിക്കുന്ന, മുഴുകിയിരിക്കുന്ന ചില പാപപ്രവൃത്തികൾ അവന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനുള്ള സാഹചര്യങ്ങളും വാതിലുകളുമായി മാറ്റപ്പെട്ടേക്കാം. That is why living a life of separation is so important, because these ordinary events of life, certain things that seem ordinary, will become doorways for the devil to enter in. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ വേർപാടിനെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മുടെ കണ്ണിന് സാധാരണമായി കാണുന്ന അനേക വിഷയങ്ങൾ, നാം നിസ്സാരവൽക്കരിക്കുന്ന പല വിഷയങ്ങളും സാത്താന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാനുള്ള കവാടങ്ങളായി മാറ്റപ്പെട്ടേക്കാം. When war is declared in a certain country, the citizens of the land cannot live ordinarily. ഒരു രാജ്യത്ത് യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടാൽ ആ രാജ്യത്തെ പൗരന്മാർക്ക് സാധാരണ നിലയിൽ ജീവിപ്പാൻ കഴിയുകയില്ല. Some youngsters will be forced to join the army. It's called conscription or compulsory recruitment. ചില യൗവനക്കാർ നിർബന്ധിതരായി പട്ടാളത്തിൽ ചേരുവാൻ നിർബന്ധിക്കപ്പെടും. അതാകുന്നു നിർബന്ധിത പട്ടാളവൽക്കരണം എന്ന് പറയുന്നത്. In the same way, when the forces of evil have declared war against the church and we are surrounded by enemies, we have to be very careful with ourselves. ഇതുപോലെ ശത്രുക്കൾ ദൈവസഭയ്ക്ക് വിരോധമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ, ദൈവസഭ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോൾ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. We have not come to a playground to enjoy ourselves. We have come to a battleground to fight a battle of life and death. നാം കളിക്കുവാൻ തക്കവണ്ണം ഒരു കളിക്കളത്തിലേക്കല്ല കടന്നു വന്നിരിക്കുന്നത്, നാം പോരാടുവാൻ തക്കവണ്ണം ഒരു യുദ്ധക്കളത്തിലേക്കാണ് ആഗതരായിരിക്കുന്നത്. I remember a story. ഞാനൊരു ചെറിയ കഥയെ ഓർക്കുന്നു. Once there was a house, and the family in the house was visited by a friend. ഒരു ചെറിയ ഭവനം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ആ കുടുംബത്തിന്റെ ഒരു കുടുംബ സുഹൃത്ത് ഒരിക്കൽ ആ ഭവനത്തിൽ സന്ദർശനം നടത്തി. He used to come often to that house. താൻ കൂടെ ആ വീട്ടിൽ വരുവാൻ തുടങ്ങി. And then one day he made a request. ഒരു ദിവസം താൻ ഒരു അപേക്ഷ പറഞ്ഞു. Can I just drive a nail into the wall of your house? ഞാൻ ഈ വീടിന്റെ ഭിത്തിയിൽ ഒരാണി അടിച്ചു കൊള്ളട്ടെ. They asked why. അവർ ചോദിച്ചു, എന്തിന്? Just like that. Say, I'm not going to do just one nail. What's wrong? ഞാൻ ഒരാണി ഒന്ന് അടിച്ചു കൊള്ളട്ടെ, അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരാണി അടിച്ചു കൊള്ളട്ടെ. So they said, so what's wrong? Oh, they allowed the nail. അവർ ചിന്തിച്ചു, അതിൽ വലിയ തെറ്റൊന്നുമില്ലല്ലോ, ഒരാണി അടിക്കുവാൻ അവർ അനുവദിച്ചു. Then after some time he came. ചില സമയങ്ങൾ കഴിഞ്ഞ് താൻ കടന്നു വന്നു. I want to put a basket on that nail. എനിക്ക് അതിൽ ഒരു കുട്ട തൂക്കണം എന്ന് പറഞ്ഞു. And they said, you only asked for a nail, now you're asking for a basket on that nail. നിങ്ങൾ ആദ്യം ഒരു ആണി അടിക്കുവാനേ ചോദിച്ചിട്ടുള്ളൂ, ഇപ്പോൾ അതിലൊരു കൂട തൂക്കുവാനും ആവശ്യപ്പെടുന്നല്ലോ. And he said, that's my nail, this is my basket, I want to hang my basket on my nail, that's all. താൻ അവരോട് പറഞ്ഞു, ചുവരിന്മേൽ ഇരിക്കുന്ന ആണി എന്റെ വകയാണ്, ഈ കുട്ടയും എന്റെ വകയാണ്, എന്റെ കുട്ട എന്റെ ആണിയിൽ എനിക്ക് തൂക്കണം. So they couldn't say anything, they allowed him to put it there. അവർക്ക് അതിനെതിരെ ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല, അവർ അതിനെ അനുവദിക്കുകയും ചെയ്തു. After a few days he brought some dry fish stinking, and he said, I want to put this in my basket. ചില ദിവസങ്ങൾ കഴിഞ്ഞ് കുറച്ച് ഉണക്കമീനുമായി കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്കിതാ കുട്ടയിലിടണം. He said, this is not fair, you asked only for a nail and you're coming again and again and doing bigger things. ഇത് മാന്യതയല്ല, നിങ്ങൾ ഒരു ആണി അടിക്കുവാനേ ചോദിച്ചുള്ളൂ, ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അധികം കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നു, ഇത് മാന്യമല്ല. That's my nail, that's my basket, this is my fish, I want to put my fish in my basket on my nail, that's all. എന്റെ ആണി, എന്റെ കൊട്ട, എന്റെ മീൻ, എനിക്കത് എന്റെ കൊട്ടയ്ക്കകത്തിടണം, അത് എന്റെ കാര്യം, അത്ര മാത്രമേ
ഉള്ളൂ. So he put that fish into the basket and went off and left for many days. അവൻ അതിൽ ആ കുട്ടയ്ക്കകത്ത് ആ മീൻ ഇട്ടിട്ട് അവന്റെ വഴിക്ക് തിരിച്ചു പോയി. ഏറെ ദിവസങ്ങൾ അവൻ വന്നതേയില്ല. And he warned them, don't touch my nail, don't touch my basket, don't touch my fish. അവൻ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടും പോയി, എന്റെ ആണിയിലോ എന്റെ കൊട്ടയിലോ എന്റെ മീനിലോ നിങ്ങൾ തൊടുവാനും സാധ്യമല്ല. So the result is they had to leave the house. അനന്തരഫലം എന്ത്? അവർ ആ വീട് വിട്ടു പോകേണ്ടി വന്നു. This is how the devil begins with small things and then comes in a big way. ഇതുപോലെയാകുന്നു സാത്താൻ ചെറിയ വിഷയങ്ങളുമായി കടന്നു വന്ന് വലിയ വിഷയങ്ങളാക്കി വലിയ വിധത്തിൽ നമ്മോട് പോരാടും. The Bible says a little leaven leaveneth the whole lump. ബൈബിൾ പറയുന്നു അസാരം പുളിമാവ് പിണ്ഡത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. The Bible says a small dead fly will make the ointment of the apothecary to stink. തിരുവെഴുത്ത് പറയുന്നു ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം മുഴുവൻ നശിപ്പിക്കുന്നു. The Bible says little foxes will spoil the vines. ബൈബിൾ പറയുന്നു ചെറിയ കുറുക്കന്മാർ അവർ മുന്തിരിവള്ളികളെ മുഴുവനും നശിപ്പിച്ചു കളയുന്നു. So it starts in a small way but then ends up as a big damage. ഇത് ചെറിയ തോതിൽ ആരംഭിക്കും, പക്ഷേ വലിയ നാശത്തിൽ ചെന്ന് പര്യവസാനിക്കും. So we have to be very careful. This is war time and we have to restrict ourselves in many ways, not enjoy like other people who don't know what's going on enjoy themselves. വളരെ ശ്രദ്ധയോടെ നാം ജീവിക്കേണ്ട ഒരു കാലഘട്ടമാകുന്നു ഇത്. ഇത് യുദ്ധത്തിന്റെ കാലമാകയാൽ നാം നമ്മെ തന്നെ ഒരുക്കുന്നവരായി കാണപ്പെടണം. ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത അനേകർ ജീവിതം ആസ്വദിക്കുന്നത് പോലെ ഉല്ലാസഭരിതമായി നടക്കുന്നത് പോലെ നാം അത് ചെയ്തുകൂടാ. So these secret, demonic, supernatural, invisible winds are blowing all over the world in various ways, and not just it's beating in the minds and souls of people. ഇത് ഈ അദൃശ്യമായ രഹസ്യമായ പൈശാചികമായ ശക്തിയേറിയ അഭൗമമായ ഈ കാറ്റുകൾ വെറുതെ വീശിയടിക്കുകയല്ല, അത് മനുഷ്യ ആത്മാവിനെ ചുഴറ്റിയടിക്കുകയാണ്. And it is preparing the world for the advent of the global dictator. ഇത് ലോകത്തെ ഭൂലോക ഏകാധിപതിയുടെ വരവിനായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. I'll just give you an example of how these winds are blowing to prepare the world for the coming of the Antichrist. എതിർക്രിസ്തുവിന്റെ വരവിനായി ഈ കാറ്റുകൾ എങ്ങനെ ഈ ലോകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. Read Revelation chapter 13 and verse 15. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കാം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. And he had power to give life unto the image of the beast, that the image of the beast should both speak, and cause that as many as would not worship the image of the beast should be killed. So here we read of something called the image of the beast. It's an image of the coming world dictator. ഇവിടെ മൃഗത്തിന്റെ പ്രതിമ എന്ന് നാം വായിക്കുന്നു. ഇത് വരുന്ന ലോക ഏകാധിപതിയുടെ പ്രതിമയാകുന്നു സൂചിപ്പിക്കുന്നത്. And we also saw that it is most probably going to be a robot. നാം അറിയുന്നു ഏറിയ ഭാവത്തിൽ അതൊരു യന്ത്രമനുഷ്യനാകുവാനായിരിക്കും സാധ്യത. Yesterday I told you how they have started making thinking robots. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ചിന്താശേഷിയുള്ള യന്ത്രമനുഷ്യരെ നിർമ്മിക്കുന്നതിനെ കുറിച്ച് നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. Here we read of the false prophet receiving an authority to give life to the image of the beast. ഇവിടെ നാം വായിക്കുന്നു കള്ളപ്രവാചകന് ഈ യന്ത്രമനുഷ്യന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കേണ്ടതിന് അധികാരം ലഭിച്ചു. So the robot is going to reach a supernatural stage. ആകയാൽ ഈ യന്ത്രമനുഷ്യൻ ഒരു അഭൗമമായ പ്രപഞ്ചത്തിന് അതീതമായ ഒരു ശക്തിയെ പ്രാപിക്കുന്ന നിലയിലെത്തുന്നു. This was revealed in visions to St. John 2000 years ago. 2000 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ യോഹന്നാന് ദർശനത്തിൽ ഇത് വെളിപ്പാടായി ലഭിച്ച വിഷയമാണ്. Now the winds are blowing to prepare the way for the advent of this robot Messiah, which will form the image of the real Messiah, of the world leader. ഇപ്പോൾ ഈ കാറ്റുകൾ ഈ യന്ത്രമനുഷ്യനാകുന്ന മിശിഹായിക്ക്, ലൗകിക മിശിഹായിക്ക് ആധിപത്യത്തിന് വഴികൾ തുറക്കുവാൻ തക്കവണ്ണം വീശപ്പെടുകയാണ്. About a month ago, a new church was started in America. അമേരിക്കയിൽ ഏകദേശം ഒരു മാസത്തിനു മുൻപേ ഒരു പുതിയ സഭ ആരംഭിച്ചു. The name of the church, it's a new religion. അതൊരു പുതിയ മതമാണ്. The name of the religion is the way of the future. ആ മതത്തിന്റെ പേർ
ഭാവിയുടെ മാർഗം എന്നാണ്. It was started by a man called Anthony Lewandowski. ആന്റണി ലെവൻഡോവ്സ്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയാലാകുന്നു ഇത് ആരംഭിച്ചിരിക്കുന്നത്. And who is the God in that church? നിങ്ങൾക്കറിയുമോ ആ സഭയുടെ ദൈവം ആരാണ്? Artificial intelligence. കൃത്രിമ ബുദ്ധി. So they're going to worship robots. അവർ യന്ത്ര മനുഷ്യരെ ആരാധിക്കുവാൻ പോകുന്നു. Just imagine just what the Bible said so many centuries ago is happening right now. നോക്കുവിൻ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിൾ പറഞ്ഞത് ഇപ്പോൾ അത് സംഭവ്യമായിക്കൊണ്ടിരിക്കുന്നു. So what is going to happen? Robots are not just going to be programmed beings. They're going to be like living beings which will have a mind of themselves, and they are going to make decisions for mankind in future. ഇപ്പോഴുള്ളതുപോലെ യന്ത്രമനുഷ്യർ നാം കൊടുക്കുന്ന നിർദ്ദേശാനുസൃതം പ്രവർത്തിക്കുന്ന ഈ വെറും സാധനങ്ങളായിട്ടല്ല, പിന്നെയോ അവർ ജീവനുള്ള വസ്തുക്കളായി മാറ്റപ്പെട്ട് അവർ ചിന്താശേഷിയുള്ള വസ്തുക്കളായി മാറ്റപ്പെടുവാൻ പോകുന്നു. I told you a triangle is being formed. ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, ഒരു ത്രികോണം ഉളവായിക്കൊണ്ടിരിക്കുകയാണ്. Man in one angle, ഒരു കോണിൽ മനുഷ്യൻ നിൽക്കുന്നു. Machine or computers or artificial intelligence in one angle. കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ യന്ത്രങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു. And evil spirits in the third angle. അന്ധകാര ശക്തികൾ, ദുഷ്ടശക്തികൾ, ദുഷ്ടാത്മാക്കൾ ഒരു കോണിൽ നിൽക്കുന്നു. All these are going to come together. ഇവ മൂന്നും ഒന്നിച്ചു ചേരുവാൻ പോവുകയാണ്. And human beings will be asked to worship the image of the beast, and see the church has already started. മനുഷ്യ ജന്മങ്ങളൊക്കെയും ഇവയെ ആരാധിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഈ ദർശനം സംഭവിക്കുകയും ചെയ്യും. Last week in one of the IT companies where one of our believers was working, ഒരു IT കമ്പനിയിൽ നമ്മുടെ ഒരു വിശ്വാസി ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സംഭവം ഉണ്ടായി. Directors from another IT company came to this company. മറ്റ് ഒരു IT കമ്പനിയുടെ അധികാരികൾ ഈ IT കമ്പനിയിലേക്ക് കടന്നു വരികയുണ്ടായി. They said you better look out for other jobs. The directors told the employees of this IT company, they said you better look out for other jobs. അതിനുശേഷം ഈ കമ്പനിയുടെ അധികാരികൾ അവിടെയുള്ള തൊഴിലാളികളുടെ അടുക്കൽ പറഞ്ഞു, നിങ്ങൾ കുറച്ചുകൂടെ നല്ല ജോലികൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. In other words, go and study some other course. IT field is going to come to an end. You better look for some other course, do some other management studies or something like that. And because everything is going to become automated very soon. അവർ പറയുകയാകുന്നു, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടം അവസാനിച്ചു. ആകയാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മാനേജ്മെന്റ് കോഴ്സുകൾ പോയി പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സകലവും യന്ത്രവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. Artificial intelligence is going to take over human intelligence. മാനുഷിക ബുദ്ധിയുടെ മേൽ കൃത്രിമ ബുദ്ധി ആധിപത്യം നടത്തുന്ന കാലം വന്നു കഴിഞ്ഞു. And when those who were listening to those directors asked them, what will happen if we don't get some jobs? They said, that's your headache. ഞങ്ങൾക്ക് ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഈ ഡയറക്ടർമാരുടെ അടുക്കൽ അവിടെ ഇരുന്നവർ തിരിച്ചു ചോദിച്ചു. And they said, that's your headache. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, അത് നിങ്ങളുടെ തലവേദനയാണ്. So something is going to happen very soon. ചിലത് അതിവേഗത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ്. It's going to be very, very terrible. അത് വളരെ വളരെ ഭീകരമായിരിക്കും. And it's going to be forced upon all mankind. അത് മാനവരാശിയിൽ ആകമാനം ബാധിക്കപ്പെടുകയും ചെയ്യും. See how the winds are blowing to prepare all these things so that when the Antichrist takes over, everything is ready. എതിർക്രിസ്തുവിന് ഭരണമേൽക്കെടുക്കുവാൻ തക്കവണ്ണം സകലവും സജ്ജമായിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. So we will all, if we are left behind, we will be all asked to move into that triangle, failing which we will be killed. നാം വരവിൽ കൈവിടപ്പെട്ടു പോകുന്ന പക്ഷം നാം ഏവരും ആ ത്രികോണത്തിന്റെ ഭാഗമായി ആ ത്രികോണത്തിന്റെ പൂർത്തീകരണത്തിന് പങ്കും ഭാഗവുമാകേണ്ടി വരും. Everything is moving so fast. സകലവും അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. The winds are blowing so definitely and swiftly, and yet is going so unnoticed by so many millions of people. കാറ്റ് അതിശക്തമായും ശ്രദ്ധേയമായും അടിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരെ അറിവ്
കൂടാതെ അത് ചുഴറ്റി വീശിക്കൊണ്ടുമിരിക്കുകയാണ്. Let us not listen to these words as some information for the head, but let it reach our souls and minds like winds, so that we might rise up to face this adversity as it comes. മനോമണ്ഡലങ്ങളിൽ പ്രവേശിക്കുന്ന ശേഖരിക്കപ്പെടുന്ന ചില വിവരങ്ങളായി നിങ്ങൾ ഇതിനെ സ്വീകരിക്കാതെ ഇവയോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഉണർത്തപ്പെടുന്ന ഉത്തേജിക്കപ്പെടുന്ന കാറ്റുകളായി ഇവയെ രൂപാന്തരപ്പെടുത്തി സ്വീകരിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുക. Because if we don't prepare ourselves, the time will come when the winds will be so strong that we will have no will and we will have no mind even to resist it. നാം അങ്ങനെ ചെയ്യാത്ത പക്ഷം ഈ കാറ്റ് അതിവേഗത്തിൽ ബഹുശക്തിയോടെ അടിക്കുകയും നമുക്ക് ആ സമയത്ത് ഇതിനോട് എതിർത്ത് നിൽക്കുവാൻ സ്വതന്ത്ര ചിന്താഗതിയോ നമുക്കൊരു മനസ്സുപോലുമോ അന്നുണ്ടായിരിക്കുകയില്ല. As I told you on the first day, the time has come when we human beings with a free will have to hand over our will to one of these two opposing kingdoms. ആദ്യ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചതുപോലെ ഈ ഇരു ശക്തികളിൽ ഏതോ ഒരു ശക്തിക്ക് നമ്മുടെ സ്വതന്ത്ര ചിന്താഗതിയെ നാം അടിയറവ് വെക്കേണ്ട സമയം വന്നുപോയി. And we don't have to do something to fall into the control of the wrong kingdom. നാം ആ തെറ്റായ രാജ്യത്വത്തിൽ പെട്ടുപോകുവാൻ നാം യാതൊന്നും ഇതിൽ ചെയ്യേണ്ടതുമില്ല. All we have to do is not to be synchronized with God, and we will be automatically manipulated by the wrong powers. നാം ദൈവത്തോട് ഇഴകി ചേരാതിരിക്കുക എന്നുള്ള ഒരേ ഒരു വിഷയം മാത്രം നാം ഇതിൽ ചെയ്താൽ മതി. അപ്പോൾ നാം സ്വതവേ നാം ആ എതിർ രാജ്യത്തിൽ നാം വശംവദരായി പെട്ടുപോകും. That is why it's not just enough to pray these days. It's not enough to pray. ആകയാൽ ഈ നാളുകളിൽ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ. We have to learn to grip God in our prayer. ആകയാൽ അതിലധികമായി നമ്മുടെ പ്രാർത്ഥനയിൽ നാം ദൈവത്തെ ഇറുകി പിടിക്കുന്നതായ ഒരു അനുഭവം പ്രാപിക്കണം. It should not be just the shaking of the head and muttering certain words and finishing the prayer in 2 minutes and then going on to another point. വെറുതെ തലകുലുക്കി ചില വാക്കുകൾ ഉച്ചരിച്ച് 2 മിനിറ്റിനുള്ളിൽ പ്രാർത്ഥന കഴിച്ചതിനു ശേഷം മറ്റു പ്രവർത്തികൾക്ക് എഴുന്നേറ്റ് പോകുന്ന ആ പ്രാർത്ഥന മതിയാവുകയില്ല. From our spirit, from our souls, from the depth of our inside, for our inner person, these prayers should rise up and take hold of God. Only then can we survive. നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന്, പ്രാണനിൽ നിന്ന് ഈ പ്രാർത്ഥന ആന്തരിക മനുഷ്യനിൽ നിന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് ഉയർന്നു വന്ന് പോരാടുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും. But see how those adverse winds have already entered into our homes and knocked down our prayer lives. നോക്കുവീൻ, ഇപ്പോൾ തന്നെ ശത്രു നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വന്ന് നമ്മുടെ പ്രാർത്ഥനകളെ തട്ടി തകർത്ത് കളഞ്ഞില്ലയോ? I walked into a room of a brother one day. ഒരു സഹോദരന്റെ മുറിയിലേക്ക് ഞാൻ ഒരു ദിവസം കടന്നു ചെന്നു. He was sitting on the mat in a praying position, but his eyes were opened. താൻ പ്രാർത്ഥനാ പായിൽ പ്രാർത്ഥനയ്ക്ക് ഉള്ള രീതിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ തന്റെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. I asked, brother, what are you doing? ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചോദിച്ചു, സഹോദര എന്താ ചെയ്യുന്നത്? He laughed and said, I'm trying to pray. താൻ ചിരിച്ചിട്ട് എന്റെ അടുക്കൽ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്കുകയാണ്. In other words, I'm just sitting on the mat. I'm not able to open my mouth. I'm not able to close my eyes. I'm trying to pray. താൻ പറയുകയാണ്, ഞാൻ പായിൽ ഇരിക്കുന്നു, പക്ഷേ എനിക്ക് കണ്ണടയ്ക്കുവാൻ കഴിയുന്നില്ല, വായി തുറന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ പരിശ്രമിക്കുകയാണ്. Last Sunday, I was giving a message in my church about prayer. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എന്റെ സഭയിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ദൂത് നൽകുകയായിരുന്നു. As I was writing my message, a phone call came. ഞാൻ ഈ ദൂത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ എനിക്ക് വരികയുണ്ടായി. One of my believers called me up and said, brother, I saw a dream early this morning. എന്റെ അടുക്കൽ ഒരു വിശ്വാസി വിളിച്ചു പറയുകയുണ്ടായി, ബ്രദർ, ഞാൻ ഇന്ന് വെളുപ്പിനെ ഒരു ദർശനം കണ്ടു. And we were in that dream, the believers and workers in our church were conducting a prayer. ആ സ്വപ്നത്തിൽ നമ്മുടെ വിശ്വാസികളും ശുശ്രൂഷകരും എല്ലാവരും ചേർന്ന് ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Then some representatives of Satan came and called me aside. ആ സമയത്ത് ചില സാത്താന്യ പ്രതിനിധികൾ വന്നിട്ട് എന്നെ അവിടേക്ക് വിളിച്ചു മാറ്റുകയുണ്ടായി. This is our area, they said. ഇത് ഞങ്ങളുടെ പ്രദേശമാകുന്നു എന്ന് പറഞ്ഞു. We will not allow you to do this. ഇവിടെ ഇത് ചെയ്യുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. There's only one way of escape for you. നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഒരൊറ്റ വഴി ഞാൻ തരാം. We will burn up your mat, your prayer mat on which you are sitting. ഞങ്ങൾ നിങ്ങൾ ഇരിക്കുന്നതായ പായ കത്തിച്ചു കളയും.
And see how the war is beginning. നോക്കുവീൻ യുദ്ധം എങ്ങനെയാകുന്നു ആരംഭിക്കുന്നത്. Because he knows if we stand on our knees, if we start praying, he's going to be affected. അവനറിയാം നാം മുഴങ്കാലുകളിൽ നിന്നാൽ അവനായിരിക്കും ആഘാതമേൽക്കുന്നത്. So that's why he's brought his abomination into our houses, and we are so busy with trivial things, and what is most important we can't do. We are trying to pray. ആകയാലത്രേ അവൻ നമ്മുടെ ജീവിതത്തിൽ ഈ മ്ലേച്ഛതയെ കൊണ്ടുവന്ന് ഏറ്റവും ലഘുവായ വിഷയങ്ങൾ കൊണ്ട് നമ്മളെ വളരെ തിരക്കാക്കി തീർക്കുകയും ഏറ്റവും പ്രാമുഖ്യമേറിയ വിഷയത്തെ നമ്മളിൽ നിന്ന് അത് മറക്കുമാറാക്കുകയും ചെയ്യുന്നു. We won't abstain from brushing our teeth or having a bath or reading our newspaper or answering our phone calls. But what is more important than all this is prayer. But that's what we neglect the most. നാം പല്ല് തേക്കുന്നതിൽ നിന്നോ പത്രം വായിക്കുന്നതിൽ നിന്നോ ഇതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു വിഷയത്തിൽ നിന്നും നാം ഒഴിവുള്ളവരായിരിക്കുകയില്ല. എന്നാൽ ഇവയിൽ എല്ലാറ്റിനെക്കാട്ടിലും പ്രാധാന്യം അർഹിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തെ നാം ഒഴിവാക്കി കളയുകയാണ്. So that's why it's very important that we start gripping God, because these winds will come into the church and try to drive us away also. ആകയാലാകുന്നു ഈ നാളുകളിൽ നാം പ്രാർത്ഥനയിൽ ദൈവത്തെ മുറുകെ പിടിക്കേണ്ടതായ ആവശ്യം. കാരണം ഈ കാറ്റ് സഭയ്ക്കുള്ളിലേക്ക് വീശി നമ്മളെ ചുഴറ്റി വാരിക്കൊണ്ടുപോകുന്ന അവസ്ഥയെത്തിയിരിക്കുന്നു. Now I'm going to tell you how prophetically in another way these four winds are going to blow in the world. ലോകത്തിൽ ഈ കാറ്റ് വീശുന്നതിന്റെ പ്രവചനാത്മകമായിരിക്കുന്ന മറ്റൊരു ഭാഗത്തെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താം. The four winds represent the east wind, the west wind, the north wind, the south wind. കിഴക്കൻ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ്, തെക്കൻ കാറ്റ്, വടക്കൻ കാറ്റ്, ഈ നാല് കാറ്റുകളും വീശി. So we read in Daniel, the four winds of heaven strove upon the sea. നാം ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിച്ചു, നാല് കാറ്റുകൾ സമുദ്രത്തിന്മീതെ അടിച്ചു. On the first day we saw how this Mediterranean area is a disturbed area. ഒന്നാം ദിനത്തിൽ നാം ധ്യാനിച്ചു എപ്രകാരം മധ്യധരണി കടലിന്റെ പ്രദേശം പ്രതലങ്ങൾ അസ്വസ്ഥമായിരിക്കുന്നു. We saw how in Daniel 7:2 the great sea mentioned there represents the Mediterranean Sea. The great sea is the old name for the Mediterranean Sea. നാം ശ്രദ്ധിക്കുകയുണ്ടായി, മധ്യധരണി കടൽ എന്നുള്ളത് അത് മധ്യധരണി കടൽ എന്നുള്ളത് മഹാസമുദ്രമാണ്. മധ്യധരണി കടലിന്റെ പൂർവ്വനാമമാകുന്നു മഹാസമുദ്രം എന്നുള്ളത്. One reason why the Mediterranean Sea is a disturbed area is because Israel is there in one of its borders. മധ്യധരണി കടലിന്റെ പ്രതലം അത് അസ്വസ്ഥമാകുവാനുള്ള ഒരു കാരണം ഇസ്രായേൽ അവിടെ സ്ഥിതി ചെയ്യുന്നതാണ്. So I'm going to show you how there's going to be another disturbance taking place in a way different from what we saw on the first day. നാം ഒന്നാം ദിവസത്തിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അളവിൽ ഇനിയും അത് അസ്വസ്ഥമാകുന്നതിനെ ഇന്ന് രാത്രി ഞാൻ വിവരിക്കാം. This is going to be the biggest disturbance. It's going to be a global disturbance, and it is going to focus or be centered in the Mediterranean area. മധ്യധരണി കടലിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ആഗോള വ്യാപകമായ ഒരു വലിയ അസ്വസ്ഥതയായിരിക്കും ഇനിയും വരുവാനുള്ള ആ അസ്വസ്ഥത. But before that, as a background, we need to learn some history. അതിനു മുൻപായി അതിന് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് നാം ചില ചരിത്ര ഭാഗങ്ങളെ അറിയേണ്ടതുണ്ട്. When you turn to Daniel chapter 11, ദാനിയേലിന്റെ പ്രവചനം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ we read a detailed prophecy about what was going to take place after Daniel's days. ദാനിയേലിന്റെ നാളുകൾക്ക് അനന്തരമായി സംഭവിക്കുവാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് വിവരണാത്മകമായ ഒരു പ്രവചന ഭാഗത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. It is about the Greek Empire. അത് യവന സാമ്രാജ്യത്തെ കുറിച്ചുള്ളതാകുന്നു. And this Greek Empire is going to be divided into four sub-kingdoms. അവിടെ പറയുന്നു ഈ യവന സാമ്രാജ്യം 4 ഉപരാജ്യങ്ങളായി രാജ്യത്വങ്ങളായി വിഭജിക്കപ്പെടുവാൻ പോകുന്നു. It is about these four sub-kingdoms that we read. It is about these four kingdoms that we read here in this see in this map. ഈ 4 രാജ്യങ്ങളെ കുറിച്ചാകുന്നു നാം ഭൂപടത്തിന്റെ ഈ ഭാഗത്തിൽ കാണുന്നത്. 4 kingdoms represented by 4 colors. 4 രാജ്യത്വങ്ങൾ 4 വർണ്ണങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. So 4 generals ruled these 4 kingdoms. 4 സൈന്യാധിപന്മാർ ഈ 4 രാജ്യത്വങ്ങളെ ഭരണം ചെയ്തിരുന്നു. So what we are going to see now is although it started in the past,
all this prophecy is going to end up and culminate in the near future. അത് പുരാതന കാലങ്ങളിൽ ഈ ആരംഭിച്ചതാകുന്നു ഈ സംഭവങ്ങളെങ്കിലും അത് തുടർന്ന് ഈ അന്ത്യനാളുകളിലാകുന്നു അതിന്റെ പാരമ്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. And we are going to see how these four winds are blowing, and it's going to gather almost the whole world towards a central point near the Mediterranean area. ഈ നാല് കാറ്റുകളും ആഗോള വ്യാപകമായി ചുഴറ്റി അടിച്ച് സകലതിനെയും ഈ മധ്യധരണി കടലിന്റെ സമീപത്തേക്ക് കേന്ദ്രീകരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. So, when you turn to Daniel chapter 7, നാം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, you will see the chapter begins with a vision that Daniel saw about four ancient empires. പുരാതന 4 സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ദർശനത്തോടുകൂടെയാകുന്നു 7-ാം അധ്യായം സമാരംഭിക്കുന്നത്. But as he keeps seeing the vision, താൻ ആ ദർശനം കണ്ടുകൊണ്ടിരിക്കവേ, as we saw on the first day, suddenly it moves forward many centuries into our time and speaks about how this coming world dictator is going to come to power, the beast, the Antichrist, who is represented by a little horn there. ക്ഷണത്തിൽ ആ ദർശനത്തിൽ താൻ അനേക നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മുടെ കാലഘട്ടത്തിൽ എതിർ ക്രിസ്തുവിന്റെ വരവിങ്കലേക്ക് ആ ചെറിയ കൊമ്പ് മുളച്ചു വരുന്നതിലേക്കും തന്റെ ദർശനം ഒരു കുതിച്ചുചാട്ടം നടത്തുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. So keep that in mind. This chapter begins in Daniel's days and moves suddenly into our times and speaks of the coming Antichrist. ഇത് മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. 7-ാം അധ്യായം സമാരംഭിക്കുന്നത് ദാനിയേലിന്റെ കാലത്തെക്കുറിച്ചുള്ള ദർശനത്തോടുകൂടെയാകുന്നു. എന്നാൽ അത് ക്ഷണത്തിൽ അതിവേഗത്തിൽ നമ്മുടെ കാലഘട്ടത്തിലേക്ക് കടന്നുവന്ന് എതിർ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നു. When you come to Daniel chapter 8, ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, there you see another vision that Daniel sees of a war that takes place between two empires. 2 സാമ്രാജ്യങ്ങൾ തമ്മിലുള്ളതായ ഒരു യുദ്ധത്തെയാകുന്നു 8-ാം അധ്യായത്തിൽ ദാനിയേൽ ദർശിക്കുന്നത്. For Daniel it was prophecy. For us it's history. ദാനിയേലിന്റെ കാലഘട്ടത്തിനും ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളവും അത് പ്രവചനമായിരുന്നു. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അത് ചരിത്രമാണ്. So two empires fought against each other. One took over the other. 2 സാമ്രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു. ഒരു സാമ്രാജ്യം മറ്റേ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി. It speaks about, this chapter speaks about how Alexander the Great takes over the previous Medo-Persian empire. മഹാനായ അലക്സാണ്ടർ തനിക്ക് മുൻപുണ്ടായിരുന്ന മേദ്യ പാർസ്യ രാജ്യത്വത്തെ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നതിനെ കുറിച്ചാകുന്നു. എങ്ങനെ കീഴ്പ്പെടുത്തി എന്നതിനെയാകുന്നു 8-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. After that, as you keep reading downwards, അതിനെ അവിടെ നിന്ന് നാം താഴോട്ട് വായിച്ചു വരുമ്പോൾ, as you reach the end of the chapter, ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, again you will see the coming of the Antichrist. Suddenly it moves forward many centuries and speaks of the coming world dictator. അവിടെയും നമുക്ക് എതിർ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. അതിവേഗത്തിൽ ക്ഷണത്തിൽ മുൻപോട്ട് നീങ്ങി അന്ത്യകാലത്ത് വെളിപ്പെടുന്ന ഏക ലോകാധിപതിയെ അവിടെ വിവരിക്കുന്നു. So chapter 7 begins in Daniel's days and ends with the Antichrist. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം ദാനിയേലിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച അന്ത്യകാലത്തിൽ അവസാനിക്കുന്നു. Chapter 8 begins a little after Daniel's days, again ends with the Antichrist. 8-ാം അധ്യായം ദാനിയേലിന്റെ കാലഘട്ടത്തിന് ഒരു അല്പം മുൻപോട്ട് നീങ്ങി ആരംഭിക്കുന്നു. അതും അന്ത്യകാലത്തിൽ അവസാനിക്കുന്നു. When you come to chapter 9, നാം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, Daniel read from the book of Jeremiah that the captivity of Israel that they were going through at that time will change after 70 years. ദാനിയേൽ യെരമ്യാ പ്രവാചകന്റെ ചുരുളുകൾ എടുത്ത് താൻ വായിക്കുന്നു. 70 വർഷത്തിന്റെ ഒടുവിലായി ഇസ്രായേലിന്റെ പ്രവാസം മാറും. ആ കാലഘട്ടത്തോട് ദാനിയേലും കൂട്ടരും അടുത്തു വരികയായിരുന്നു. When he was studying those scriptures, it was about 68 years, 2 more years for 70 years to be complete. താൻ ആ ചുരുളുകൾ വായിക്കുമ്പോൾ 70 വർഷത്തെ കാലഘട്ടത്തിൽ 68ാമത്തെ വർഷത്തിലാണ് താൻ ഇത് വായിക്കുന്നത്. അവരുടെ ബാബേൽ പ്രവാസം തുടർന്ന് 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. So he started fasting and praying about the turning of the captivity of Jerusalem, so that people scattered everywhere might come back to Jerusalem or Israel. ആകയാൽ താൻ യെരൂശലേമിന്റെ യഥാസ്ഥാപനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം യെരൂശലേം നിവാസികളും യഹൂദരും അന്ന് ചിതറപ്പെട്ട് വിവിധ ഇടങ്ങളിലേക്ക് ചിതറപ്പെട്ടിരുന്നു. ആ ചിതറപ്പെട്ട യഹൂദ സമൂഹം മടങ്ങി വരുവാൻ താൻ പ്രാർത്ഥിക്കുകയായിരുന്നു. As he fasted and prayed, താൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും when he was praying about the 70 years, when he was praying about the 70 70 സംവത്സരത്തെ കുറിച്ച് താൻ പ്രാർത്ഥനാനിരതനായിരുന്ന വേളയിൽ, God gave him a
deeper revelation about 70 weeks of years. ദൈവം തനിക്ക് 70 ആഴ്ചവട്ട കാലത്തെക്കുറിച്ച് ആഴമേറിയ ഒരു വെളിപ്പാടിനെ നൽകുകയുണ്ടായി. And as you come to the end of that chapter, നാം ആ അധ്യായത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ again you will see the coming Antichrist. അവിടെ നമുക്ക് വീണ്ടും വരുവാനുള്ള എതിർക്രിസ്തുവിനെ കാണുവാൻ കഴിയും. So in chapter 7 and 8 and 9, it begins with Daniel and then ends with the Antichrist. ദാനിയേൽ പ്രവചനം 7, 8, 9 അധ്യായങ്ങൾ ദാനിയേലിന്റെ കാലത്തെയും സമീപകാലത്തിലും ആരംഭിക്കുന്നു. പക്ഷേ അത് അവസാനിക്കുന്നത് അന്ത്യകാലത്തിലാണ്. The same thing happens in chapter 11 also. ഇതേ സംഭവം തന്നെ 11-ാം അധ്യായത്തിലും നടക്കപ്പെടുന്നുണ്ട്. It doesn't happen in chapter 10 because it is describing something else. 10-ാം അധ്യായത്തിൽ ഇതില്ല. 10-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു കുതിച്ചുചാട്ടമില്ല. കാരണം അതിൽ മറ്റു ചില വിഷയങ്ങളാകുന്നു വിവരിച്ചിരിക്കുന്നത്. What does chapter 11 say? എന്താകുന്നു 11-ാം അധ്യായം വിളിച്ചു പറയുന്നത്? I told you the Greek kingdom got divided into 4 parts. ഇത് യവന സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യം 4ആയി വിഭജിക്കപ്പെടുന്നതിനെയാണ്. So this 11th chapter is a description on how there was a war between the king of the north and the king of the south. ഇവിടെ വടക്ക് പ്രദേശത്തെ രാജാവും തെക്കേ ദേശത്തെ രാജാവും തമ്മിലുള്ള യുദ്ധത്തെയാകുന്നു വിവരിക്കുന്നത്. So you will see different things there in that chapter about how the king of the south went and fought against the king of the north, and after some time the king of the north resists, and what happened between them. All that is the detailed description in prophecy in chapter 11. വടക്കേ ദേശത്തെ രാജാവ് തെക്കേ ദേശത്തേക്ക് കടന്നു വന്ന് യുദ്ധം ചെയ്യുന്നതും തെക്കേ ദേശത്തെ രാജാവ് പ്രതിരോധിക്കുന്നതും പിന്നീട് എന്ത് സംഭവിച്ചുവെന്നുമൊക്കെയും സവിസ്തരം 11-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. But as you move towards the end, നാം അതിന്റെ അന്ത്യഭാഗത്തേക്ക് വരുമ്പോൾ again it moves into our time. അത് പിന്നെയും നമ്മുടെ കാലഘട്ടത്തിലേക്ക് ചലിക്കുകയാണ്. When the Antichrist comes to power. അവിടെ എതിർക്രിസ്തു അധികാരമേൽക്കുന്നു. But very strangely, the king of the south and the king of the north are still mentioned even in our time. അപരിചിതത്വം എന്ന് പറയട്ടെ, പക്ഷേ ഈ തെക്കേ രാജാവും വടക്കേ രാജാവും ഈ നമ്മുടെ കാലഘട്ടത്തിലും വിവരിക്കുന്നുണ്ട്. So it means that somehow there's going to be a northern power, a southern power that is going to rise up in these last days. ഈ അന്ത്യകാലത്തിൽ ഒരു വടക്കൻ ശക്തിയും ഒരു തെക്കൻ ശക്തിയും ഉയർന്നു വരുന്നുണ്ട്. And it's already being formed. അത് ഇപ്പോൾ തന്നെ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. We are going to see how these winds are blowing, and just as the scripture predicted so many centuries ago, it's happening right before our eyes all over the world. എങ്ങനെയാകുന്നു ഈ കാറ്റുകൾ വീശുന്നതെന്ന് പുരാതന കാലങ്ങളിൽ തിരുവെഴുത്ത് പറഞ്ഞത് വള്ളിപുള്ളി തെറ്റാതെ ഈ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുൻപിൽ ഇത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതിനെ നോക്കുവി. Now if you have to fully understand what I'm going to tell you, you must have some basic understanding about what is going to happen when the Antichrist comes to power. ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് സുഗ്രാഹ്യമായി തീരുവാൻ തക്കവണ്ണം എതിർക്രിസ്തു ഭൂമിയിൽ സമാഗതനാകുമ്പോൾ സംഭവിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായ ചില അറിവുകൾ ഉണ്ടായിരിക്കണം. Because to go and explain everything will take some time, so I'm not going to go into the basic details. എല്ലാവരെയും സവിസ്തരം പ്രസ്താവിക്കുവാൻ സമയം ഏറെ വേണം. ആകയാൽ ഞാൻ ഒരു വിസ്താര വിളംബരത്തിന് ആഗ്രഹിക്കുന്നില്ല. Now this is Europe. ഇത് യൂറോപ്പ് ആകുന്നു. And the Bible predicts that the Antichrist the coming world leader will appear in this region. ബൈബിൾ പ്രവചിക്കുന്നു വരുന്ന ഏകാധിപതി എതിർക്രിസ്തു ഈ യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ നിന്നായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. He is going to rule for 7 years. അവൻ 7 സംവത്സരം ഭരണം ചെയ്യും. In the middle of his reign, ഈ തന്റെ ഭരണവാഴ്ചയുടെ മധ്യഘട്ടത്തിൽ he is going to take an army and move towards Israel. താൻ തന്റെ പട്ടാളവുമായി ഇസ്രായേലിലേക്ക് ഗമനം ചെയ്യും. And he is going to shift his office or his world headquarters from where it was, wherever it is, to Israel. തന്റെ ആഗോള മുഖ്യ കാര്യാലയം എവിടെയായിരുന്നുവോ അതിനെ മാറ്റി യെരൂശലേമിലേക്ക് തന്റെ മുഖ്യ കാര്യാലയം സ്ഥാപിക്കുവാൻ താൻ പരിശ്രമിക്കും. And when he comes there, that's when he's going to plant his abomination of desolation. I told you yesterday, an image of himself in the temple. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചിരുന്നുവല്ലോ, ഈ സമയത്താകുന്നു താൻ ശൂന്യമാക്കുന്ന മ്ലേച്ഛത തന്റെ പ്രതിമ ദൈവത്തിന്റെ മന്ദിരത്തിൽ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. So read Daniel chapter 11. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ നിന്ന് verse 41. അതിന്റെ 41-ാം തിരുവെഴുത്ത് ഒന്ന് വായിക്കാം. അവൻ മനോഹര ദേശത്തിലേക്കും
ദേശത്തിലേക്കും കടക്കും. See, here it is written, this refers to Israel. He shall enter into the glorious land. ഇവിടെ അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കുമെന്ന് പറയുന്നു. ഈ മനോഹര ദേശം എന്നുള്ളത് ഇസ്രായേലാണ്. So the Antichrist is going to come from some part of Europe into Israel, into the glorious land. എതിർക്രിസ്തു യൂറോപ്പ് ഭൂഖണ്ഡത്തിന്റെ ഏതോ ഒരു ഭാഗത്തു നിന്ന് മനോഹര ദേശമായ ഇസ്രായേലിലേക്ക് കടന്നു വരികയാണ്. And read on. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. Here is a very accurate prophecy. നോക്കുവിൻ, വളരെ വ്യക്തമായ പ്രവചനം. See, he is going to enter into the glorious land, into Israel. താൻ മനോഹര ദേശമായ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. And as a consequence, many countries, many thousands are going to be destroyed. അതിന്റെ പ്രത്യാഘാതമായി അനേക രാഷ്ട്രങ്ങൾ നശിക്കുവാൻ പോകുന്നു. But Edom and Moab and Ammon shall escape. എന്നാൽ ഏദോമ്യരും മോവാബ്യരും അമ്മോന്യരും അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും. It's not here in this map. അവരെ കുറിച്ച് ഇവിടെ ഈ ഭൂപടത്തിലില്ല. But on the right side of Israel is a country called Jordan. എന്നാൽ ഇസ്രായേലിന്റെ വലത്തുഭാഗത്തായി ഈ കാണുന്ന ഭൂപടത്തിൽ ഒരു രാഷ്ട്രമുണ്ട്, അത് ജോർദാനാണ്. If you compare the modern map with the old map, you will see Edom, Ammon, Moab are the very areas where Jordan is now. നിങ്ങൾ ആധുനിക ഭൂപടവും പുരാതന ഭൂപടവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏദോമും മോവാബും അമ്മോന്യരും ഉൾപ്പെട്ടിരിക്കുന്ന ദേശം ആധുനിക യോർദാനാണ്. So when the Antichrist moves towards Israel, എതിർക്രിസ്തു ഇസ്രായേലിലേക്ക് ഗമനം ചെയ്യുമ്പോൾ many countries are going to suffer great loss of lives, but Jordan will escape, is what this verse says very accurately. അനേക രാഷ്ട്രങ്ങൾക്ക് വളരെയേറെ നഷ്ടങ്ങൾ ഉണ്ടാവുകയും വളരെയേറെ സഹനം കഴിക്കേണ്ടിയും വരും. എന്നാൽ യോർദാൻ അതിൽ നിന്ന് രക്ഷപ്പെടും. Then read verse 45. 45-ാം വാക്യം വായിക്കും. Daniel 11:45. And he shall plant the tabernacles of his palace. Okay, in English there is a 45. Okay, read 44. മലയാളത്തിൽ 44 വാക്യങ്ങളേ ഉള്ളൂ. എന്നാൽ കിഴക്ക് നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമ്മൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയുമില്ല. And he shall plant the tabernacles of his palace between the seas in the glorious holy mountain. Yet he shall come to his end, and none shall help him. He shall plant the tabernacles of his palace between the seas in the glorious holy mountain. അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. So between two seas there is a glorious holy mountain. On that mountain he is going to plant his palace. രണ്ട് സമുദ്രങ്ങൾക്കും മധ്യേ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമുണ്ട്. ആ വിശുദ്ധ പർവ്വതത്തിന്റെ മധ്യേ അവൻ മണിപ്പന്തലിടും. This is one sea. ഇതാകുന്നു ഒരു സമുദ്രം. This is the Sea of Galilee. ഇത് ഗലീല കടലത്രേ. The Mediterranean Sea is the other sea. അടുത്ത കടൽ എന്നുള്ളത് മധ്യധരണി കടലാണ്. Between these two seas is Jerusalem. ഈ രണ്ട് കടലുകൾക്ക് മധ്യഭാഗത്തായിട്ടാകുന്നു യെരൂശലേം സ്ഥിതി ചെയ്യുന്നത്. In that Jerusalem is the glorious holy mountain where God's temple is. ആ ഇസ്രായേലിൽ മഹത്വപൂർണമായ മനോഹരമായ ദൈവത്തിന്റെ ആലയം സ്ഥിതി ചെയ്യുന്നതായ വിശുദ്ധ പർവ്വതമുണ്ട്. That's where the Antichrist will come and set his tabernacle or his palace. അവിടെയാകുന്നു എതിർക്രിസ്തു കടന്നു വന്ന് തന്റെ മണിപ്പന്തൽ ഇടുവാൻ പോകുന്നത്. So when this happens, a big war is going to break out. ഇത് സംഭവിക്കുമ്പോൾ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. So when he comes and takes over Israel, takes control of Israel, അവൻ ആഗമിച്ച ഇസ്രായേലിന്റെ അധികാരം കൈവശപ്പെടുത്തുമ്പോൾ, if you read verse 40, 40-ാം വാക്യം നാം വായിക്കുമ്പോൾ, we see two powers coming to resist him. രണ്ട് ശക്തികൾ അവനെ എതിർക്കുവാൻ വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. It's again called the king of the north and the king of the south. അവിടെ ഒരാവർത്തി കൂടെ പറയുന്നു, തെക്കേ ദേശത്തിലെ രാജാവും വടക്കേ ദേശത്തിലെ രാജാവും. Read that please. അതൊരിക്കൽ കൂടെ വായിക്കും. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർമുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരസേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നു പോകും. And at the time of the end shall the king of the south
push at him, and the king of the north shall come against him like a whirlwind, with chariots and with horsemen and with many ships, and he shall enter into the countries and shall overflow and pass over. So the king of the south and king of the north, who are fighting so many centuries ago, are now appearing again in prophecy. In our future, they are going to appear again in another way and fight with the Antichrist. അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ് തമ്മിൽ യുദ്ധം ചെയ്തിരുന്നതായ വടക്കേ രാജാവും തെക്കേ രാജാവും ഒരിക്കൽ കൂടെ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ കാലഘട്ടത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ യുദ്ധം ചെയ്യുവാൻ പോകുന്നു. So the Bible says when this Antichrist comes towards Israel, a sub-kingdom called the king of the north, led by a particular person, will push at the Antichrist with the king of the south. Both will move against the Antichrist. ബൈബിൾ പറയുന്നു എതിർ ക്രിസ്തു അവിടേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉപഭൂഖണ്ഡത്തിന്റെ അല്ലെങ്കിൽ വടക്കേ രാജാവും തെക്കേ രാജാവും രണ്ടുപേരും തമ്മിൽ വന്നിട്ട് അതിന്റെ നടുവിൽ വെച്ച് ഈ എതിർ ക്രിസ്തുവിനെ ഞെരുക്കും. So that's what the verse 40 says. അതാകുന്നു 40-ാം വാക്യം പറയുന്നത്. Then in verse 44, 44-ാം വാക്യത്തിൽ we read that some bad news comes from the east for the Antichrist. അവിടെ കിഴക്ക് നിന്ന് അവനെ പരവശനാക്കി തീർക്കുന്നതായ ചില ദുർവർത്തമാനങ്ങൾ എതിർ ക്രിസ്തു കേൾക്കേണ്ടി വരും. So here we see three directions. One is north, one is south, one is east, all coming to trouble the Antichrist. മൂന്ന് ദിക്കുകളെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. വടക്കേ ദിക്ക്, തെക്കേ ദിക്ക്, കിഴക്കേ ദിക്ക്. ഈ മൂന്ന് ദിക്കുകൾ എതിർ ക്രിസ്തുവിനെ പരവശനും പരിഭ്രാന്തനുമാക്കി തീർക്കും. So we of four directions, like the four winds, we see three directions here. 4 കാറ്റുകൾ ഉള്ളതുപോലെ 4 ദിക്കുകളുണ്ട്. നാം ഇതിൽ 3 ദിക്കുകളെ കണ്ടെത്തി. So where is the west? എവിടെ? പടിഞ്ഞാറൻ ദിക്ക്. The Antichrist himself is the west. എതിർ ക്രിസ്തു തന്നെയാകുന്നു ഈ പടിഞ്ഞാറേ ദിക്ക്. As I told you, the Antichrist rises up from Europe. Europe is called the west. ഞാൻ നിങ്ങളോട് മുൻപേ ഓർപ്പിച്ചിരുന്നുവല്ലോ, എതിർ ക്രിസ്തു അവൻ യൂറോപ്പിൽ നിന്ന് പുറപ്പെടും. യൂറോപ്പ് ആകുന്നു പടിഞ്ഞാറൻ രാജ്യം അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യം. Everything is with respect to Syria, with Israel, sorry. സകലവും ഇസ്രായേലിനോട് അനുബന്ധമായിട്ടാകുന്നു. So from the west, the Antichrist empire rises. പടിഞ്ഞാറ് നിന്ന് എതിർ ക്രിസ്തു എന്ന ആധിപത്യമുള്ളവൻ എഴുന്നേറ്റ് വരും. From the north, the Russian empire will rise up. വടക്ക് നിന്ന് റഷ്യയുടെ സാമ്രാജ്യം എഴുന്നേറ്റ് വരും. That means Russia and some other countries, including Syria, that is exactly north of Israel, will all form a coalition. They are the king of the north. ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും സിറിയ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ റഷ്യയോട് സഖ്യത ചെയ്ത് ആ സഖ്യകക്ഷികളുമായി ചേർന്ന് ആയിരിക്കും റഷ്യ കടന്നു വരുന്നത്. Not all the nations, but few nations, they will compromise the king of the north, including Syria. സകല രാജ്യങ്ങളുമല്ല, ചില രാജ്യങ്ങൾ റഷ്യയോട് ചേർന്ന് അവർ ഒരു സഖ്യത ഉളവാക്കി അവർ യുദ്ധത്തിന് കടന്നു വരും. And I told you already, Russian ships are there in the Mediterranean. ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചിരുന്നുവല്ലോ, ഇപ്പോൾ തന്നെ റഷ്യൻ പടക്കപ്പലുകൾ മധ്യധരണിക്കടലിലുണ്ട്. In fact, the biggest Russian ship called Admiral Kuznetsov, it's about 1,000 feet in length. It's there in the biggest ship is there in the Mediterranean. വസ്തുതാപരമായി പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ കൂറ്റൻ പടക്കപ്പൽ 1000 അടി നീളമുള്ളതായ റഷ്യൻ പടക്കപ്പൽ ഇന്ന് ആ മധ്യധരണിക്കടലിലുണ്ട്. So it's not some joke. It's happening just like the Bible is predicting. ഇത് ഫലിതം പറയുകയല്ല, ഇത് ബൈബിൾ പൂർവകാലത്തിൽ പ്രവചിച്ച സത്യമാണ്. So who is the king of the south? ആരാകുന്നു തെക്കേ ദേശത്തിലെ രാജാവ്? That we are yet to see, but there's going to be another power, another coalition from south of Israel, which includes Egypt, but will be controlled by some other big power, and they will come against the Antichrist when the Antichrist moves into Israel. അത് ഇനിയും പൂർണ്ണമായി വെളിപ്പെടേണ്ടതുണ്ട്. എന്നാൽ അത് ഇസ്രായേലിന്റെ തെക്കേ ഭാഗത്തുള്ള ഈജിപ്തിൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് ഉടലെടുത്ത് വരുന്നതായ ചില രാഷ്ട്ര സഖ്യങ്ങളായിരിക്കും. We cannot say that Egypt will be the lead, but Egypt will be one of the countries. There might be some other countries which controls Egypt and through them moves upwards to Israel to resist the Antichrist. ഈജിപ്ത് ആയിരിക്കും അതിൽ മുഖ്യ കക്ഷി എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. പക്ഷേ ഈജിപ്തിൽ
ചില രാഷ്ട്രങ്ങൾ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഈജിപ്തിനെയും അതിലൊരു സഖ്യകക്ഷി ആക്കിക്കൊണ്ട് ഇവർ ഇസ്രായേലിന് വിരോധമായി യുദ്ധം ചെയ്യും. And what is the tidings from the east that we read of in verse 44? കിഴക്കു നിന്ന് വരുന്നതായ പരവശപ്പെടുത്തുന്ന ദുർവർത്തമാനങ്ങൾ നാം വായിച്ചത് എന്താകുന്നു? 40. China is also a big power now. ചൈന ഇന്നൊരു വലിയ വൻ ശക്തിയാണ്. So China and some other countries together will form a coalition and they will move towards Israel. ചൈനയും ചില രാഷ്ട്രങ്ങളും ചേർന്ന് ഒരു സഖ്യത ഉളവാക്കുകയും അവരും ഇസ്രായേലിലേക്ക് പടപ്പുറപ്പാട് നടത്തുകയും ചെയ്യും. We read about this again in Revelation chapter 16, how the kings of the east will move towards Israel. കിഴക്കിലെ രാജാക്കന്മാർ എങ്ങനെ ഇസ്രായേലിലേക്ക് പുറപ്പാട് നടത്തുമെന്ന് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്ക് വീണ്ടും വായിപ്പാൻ കഴിയുന്നതാണ്. So here we see how there are going to be 4 empires in the world, of which the empire of the Antichrist will be the largest, covering many countries. എതിർക്രിസ്തുവിന്റെ രാജ്യ സാമ്രാജ്യം ഏറ്റവും വലിയ സാമ്രാജ്യമായിരിക്കുകയും ലോകത്തിൽ അക്കാലത്തുണ്ടാകുന്നതായ മറ്റു 3 സാമ്രാജ്യങ്ങളെയും ചേർത്ത് ലോകത്തിലെ 4 സാമ്രാജ്യങ്ങളെ നാം ഇപ്പോൾ കാണുകയുണ്ടായി. The internet has become a very powerful tool to bring these nations under the power of the Antichrist. For the Antichrist, this internet is going to be the major tool to control everyone. എതിർക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിലേക്ക് ഈ രാഷ്ട്രങ്ങളെ ഒക്കെയും കൂട്ടി വരുത്തുവാൻ തക്കവണ്ണം ഏറ്റവും വലിയ അവന്റെ ഉപകരണം ഇന്റർനെറ്റ് ആയിരിക്കും. So India will be one of those countries which will join with the country of the West, with the Antichrist. പാശ്ചാത്യ രാജ്യങ്ങളോട് സഖ്യത ചേർന്ന് യുദ്ധം ചെയ്യുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായിരിക്കും നമ്മുടെ ഭാരതവും. But the Bible says China will wage war against the Antichrist, will move to resist the Antichrist because he comes towards Israel. China and some other countries with China. ചൈനയും ചില സഖ്യരാഷ്ട്രങ്ങളും ചേർന്ന് ഇസ്രായേലിലേക്ക് കടന്നു വന്ന് എതിർക്രിസ്തുവിനോട് എതിർത്തു നിൽക്കുമെന്ന് പറയുന്നു. കാരണം അവൻ പാശ്ചാത്യ ദേശത്തിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവനാണ്. And just as in fulfillment of this, today China does not have the Western internet with them. They have their own internet. In China there is no Google, there is no YouTube, there is no Facebook. ഇതിന്റെ ഈ തിരുവെഴുത്തിന്റെ പൂർണ്ണത എന്നവണ്ണം നിവർത്തി എന്നവണ്ണം ഇന്ന് ചൈനയിൽ പാശ്ചാത്യ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഒന്നുമില്ല. ഗൂഗിളോ അല്ലെങ്കിൽ പാശ്ചാത്യ ഇന്റർനെറ്റ് വിധങ്ങളല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇന്റർനെറ്റ് ആണ് ഇന്നുണ്ടായിരിക്കുന്നത്. But just because they do not come under the power of the Antichrist, it doesn't mean that they are free from demonic control. They are also being driven by wrong winds. അവർ എതിർക്രിസ്തുവിനോട് ചേരാത്തതുകൊണ്ട് അവർ പൈശാചികമല്ല എന്ന് കരുതരുത്. അവരും തെറ്റായ കാറ്റുകളാൽ വലിച്ചിഴക്കപ്പെടുന്നവരാണ്. So what you see ultimately, നാം അന്ത്യമായി പരിപൂർണതയിൽ എന്ത് കണ്ടെത്തും? The king of the west, that is the Antichrist, moves towards Israel. പാശ്ചാത്യ രാജാവ് പടിഞ്ഞാറ് ദേശത്തെ രാജാവായ എതിർക്രിസ്തു ഇസ്രായേലിലേക്ക് പടപ്പുറപ്പാട് നടത്തും. As a result, the king of the south, a coalition from the south, moves towards Israel to fight. തെക്കേ ദേശത്തിലെ രാജാവും സഖ്യകക്ഷികളും ഇസ്രായേലിലേക്ക് പുറപ്പെടും. The king of the north also moves downwards towards Israel to fight. വടക്കേ ദേശത്തിലെ രാജാവും യുദ്ധത്തിനായി ഇസ്രായേലിലേക്ക് കടന്നുവരും. The Antichrist also hears some bad news from the east when China and certain other countries with him also go to fight. ചൈനയിൽ നിന്നും മറ്റു ചില രാഷ്ട്രങ്ങളും അവനോടുകൂടെ ചേർന്ന് ഇസ്രായേലിലേക്ക് യുദ്ധത്തിനായി വരുന്നുവെന്ന് ചില ദുശ്രുതികളെ ഈ പാശ്ചാത്യ രാജാവായ എതിർക്രിസ്തു കേൾക്കുകയും ചെയ്യും. So that is from the east. അത് കിഴക്ക് നിന്നാണ്. So you see, from the west, from the east, from the south, from the north, 4 empires all moving towards Israel to fight. നോക്കുമീൻ, കിഴക്ക് നിന്നൊരു സാമ്രാജ്യം, പടിഞ്ഞാറ് നിന്ന്, തെക്ക് നിന്ന്, വടക്ക് നിന്ന് 4 സാമ്രാജ്യങ്ങൾ ഒന്നു ചേർന്ന് ഇസ്രായേലിലേക്ക് യുദ്ധത്തിനായി കടന്നു വരുന്നു. So can you see the 4 winds blowing? നിങ്ങൾക്ക് ഈ 4 കാറ്റുകൾ വീശുന്നത് കാണുവാൻ കഴിയുന്നു. So it's going to stir up the planet, the whole planet, the world leaders, the armies of nations, and they're all going to move in this direction. സർവഭൂതലത്തെയും രാഷ്ട്രങ്ങളെയും രാജ്യ നേതാക്കളെയും പടയാളികളെയും പടകളെയും അവൻ ഉദ്ധരിപ്പിച്ച് ഇളക്കി ഈ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. But you will see the 11th chapter ends with the destruction of the Antichrist. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുവീൻ, 11-ാം അധ്യായം
അധ്യായം അത് സാത്താന്റെ അന്ത്യത്തോടുകൂടി എതിർ ക്രിസ്തുവിന്റെ അന്ത്യത്തോടുകൂടെയാകുന്നു പര്യവസാനിക്കുന്നത്. So that's called the battle of Armageddon. അതാകുന്നു ഹർമഗദോൻ യുദ്ധം. So when these four kingdoms, these four winds blow and brings everyone to Israel, 4 കാറ്റുകളും ഒന്നുപോലെ വീശിയടിച്ച് ഇസ്രായേലിലേക്ക് കടന്നു വരുമ്പോൾ, that's when Jesus comes from above to take over this planet. ഈ ഭൂതലത്തിൽ അധികാരം ഏറ്റെടുക്കുവാൻ യേശു കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. At that time all these four nations will gather together and become one to fight against their common enemy. ആ സമയത്ത് ഈ 4 സാമ്രാജ്യങ്ങളും ഒന്നു ചേർന്ന് അവരുടെ പൊതുവായ ശത്രുവായി ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന യേശുവിന് നേരെ യുദ്ധം ചെയ്യും. So this is how the four winds are going to blow very soon on the whole world. ഇതാകുന്നു സകല ഭൂതലത്തിലും ഒന്നുപോലെ വീശി അടിക്കുവാൻ പോകുന്നതായ ഈ 4 കാറ്റുകൾ. I just want to make one observation before we proceed. നാം മുൻപോട്ട് പോകുന്നതിന് മുൻപേ ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. You know, all these world leaders, in every other way they are very normal people. മറ്റ് എല്ലാ വിധത്തിലും രാഷ്ട്ര നേതാക്കന്മാരെല്ലാവരും സാധാരണ മനുഷ്യരാണ്. Look at the man who started the artificial intelligence church. കൃത്രിമ ബുദ്ധിയുടെ ആരാധനാ സംവിധാനം സഭ ആരംഭിച്ച വ്യക്തിയെ നോക്കുവിൻ. Very intelligent they are. വളരെ ബുദ്ധിമാനായ മനുഷ്യൻ. And they have their own philosophies, their own justifications for starting this AI God church. തന്റെ കൃത്രിമ ബുദ്ധി എന്ന ദൈവത്തെ താൻ ആരംഭിക്കുവാൻ തന്റേതായ തത്വങ്ങളും ന്യായങ്ങളും തനിക്കുണ്ട്. So they are not demon possessed people who just wag their heads and they are not abnormal. They are very normal, very intelligent people. നാം ചിന്തിക്കുന്നത് പോലെ ഇവർ പൈശാചിക ബാധിതരായി തലചുഴറ്റി നടക്കുന്ന വികൃത രൂപികളൊന്നുമല്ല. അവരൊക്കെ വളരെ കൂർമ്മ ബുദ്ധിയുള്ളവരാ. But those intelligent people are being influenced by these winds and they are fulfilling prophecy. They are leading the masses towards fulfilling prophecy. ഈ ബുദ്ധിരാക്ഷസന്മാരെ സാത്താൻ ഉത്തേജിപ്പിച്ചുകൊണ്ട് സ്വാധീനിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ നിവർത്തിയിലേക്ക് കടന്നു വരികയാണ്. So how easy it is to mislead the most intelligence of us human beings. മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിയിൽ ഏറ്റവും കൂർമ്മതയുള്ള ഈ മനുഷ്യരായിരിക്കുന്ന നമ്മളെ തെറ്റായി വഴി നടത്തുവാൻ എത്ര നിസ്സാരമെന്ന് നോക്കുവിൻ. Those dark powers will just say, come, and we'll all obey and go. ആ അന്ധകാര ശക്തി നമ്മുടെ അടുക്കൽ വരിക എന്ന് പറയുന്നു. മാനവരാശി ഒന്നാകെ അവനെ പിന്തുടരുന്നു. Our only salvation is in Jesus Christ. നമുക്കുള്ള ഒരേ ഒരു രക്ഷ അത് യേശുക്രിസ്തുവിൽ മാത്രമാണ്. That's why in these end times it becomes more and more important to cleave to Jesus. ആകയാൽ അത്രേ ഈ അന്ത്യനാളുകൾ യേശുവിങ്കലേക്ക് അധികം അടുത്തു ചേരുന്നതിന് പ്രാധാന്യം അർഹിക്കുന്നത്. So with all these things being said on the negative side, ഇവയൊക്കെയും വൈരുദ്ധ്യാത്മകമായി പറഞ്ഞു കഴിയുമ്പോൾ, there are certain things that we as God's people must learn on the positive side. നാം കുറച്ച് ഉത്തേജനാത്മകമായി നാം അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. So as much as time permits, I will try to tell you a few things on how God is going to move amongst us so that we can do as much as we can in these evil days. സമയം അനുവദിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ നമുക്കെന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിനെ ഞാൻ ചുരുക്കമായി നിങ്ങളോട് അവതരിപ്പിക്കാം. Please keep Daniel 11 in the background of your mind. നിങ്ങളുടെ മനസ്സിന്റെ പിന്നണിയിൽ ദാനിയേലിന്റെ പ്രവചനം 11-ാം അധ്യായത്തെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയും. Now come to Daniel chapter 10. ഇനിയും ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. Daniel is fasting for 21 days. ദാനിയേൽ 21 ദിവസത്തിലെ ഉപവാസത്തിലായിരുന്നു. And God is bringing a word to him. ദൈവം തനിക്ക് ഒരു ദൂത് നൽകുകയും ചെയ്തു. And when it is on the way, ആ ദൂത് തന്റെ അടുക്കലേക്ക് വരുമ്പോൾ, at that time the Medo-Persian empire is in rule. അക്കാലത്ത് മേദ്യ പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. When this word was coming down towards Daniel, ദൈവത്തിങ്കൽ നിന്ന് ഈ വചനം ദാനിയേലിലേക്ക് ഇറങ്ങി വരുമ്പോൾ, the prince of Persia, the evil spirit that ruled behind the Persian empire, withstood the angel or resisted the angel that was bringing this message to Daniel. പാർസി രാജ്യത്തിന്റെ പിൻപിൽ ഉണ്ടായിരുന്നതായ ദുർശക്തി, പാർസി പ്രഭു ഈ ദൂതുമായി കടന്നു വന്ന വചനവുമായി കടന്നു വന്ന ദൂതനെ തടഞ്ഞു നിർത്തി.
The Bible says Daniel fasted for 3 weeks. That's 21 days. And the Bible, same chapter says that the war between those two angels, the good angel and the fallen angel, was also 21 days. നാം വായിക്കുന്നു ദാനിയേൽ 3 ആഴ്ചക്കാലം 21 ദിവസം ഉപവസിച്ചു. ഈ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതനും ഈ പാർസി പ്രഭുവും തമ്മിലുള്ള യുദ്ധവും 21 ദിവസം ഉണ്ടായിരുന്നു. Finally, after the war, that message reached Daniel. ഒടുവിൽ ആ വചനം ദൂത് ദാവീദിൽ ലഭിച്ച അനന്തരം, so that parcel, that message, that parcel that reached Daniel, the Bible calls the scripture of truth. ആ സന്ദേശം വഹിക്കുന്നതായ ആ ദൂത് ദാനിയേലിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് പറയുന്നു സത്യം എന്നത്രേ അതിന് പറയുന്നത്. Daniel chapter 10 verse 21. 10-ാം അധ്യായം ദാനിയേലിന്റെ പ്രവചനം 10-ാം അധ്യായം 21-ാം വാക്യം. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം, നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുന്നവൻ ആരും ഇല്ല. But I will show thee that which is noted in the scripture of truth. Enough. So I will show you what is noted in the scripture of truth. That angel that brought that parcel is speaking. ദൈവത്തിങ്കിൽ നിന്ന് ദൂത് സന്ദേശം വഹിക്കുന്ന പൊതി കൊണ്ടുവന്നതായ ദൂതൻ പറയുന്നു, സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ കാണിക്കാം. The archangel Michael came to help me in the battle. Now I have brought you the scripture of truth. പ്രധാന ദൂതനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ കടന്നു വന്നു. അങ്ങനെയാകുന്നു ഞാൻ ഈ ദൂതുമായി നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. So, what is that message? എന്തായിരുന്നു ആ ദൂത്? I will show thee the scripture of truth. ഞാൻ നിന്നെ സത്യഗ്രന്ഥത്തിൽ നിന്ന് കാണിക്കാം. So what is that? എന്താകുന്നു അത്? That is Daniel chapter 11. അതാകുന്നു ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം. What is so special, what is so important about that scripture of truth that an angel, the prince of Persia, had to fight to prevent that for 21 days? ഈ സത്യഗ്രന്ഥത്തോട് പാർസി രാജ്യത്തിന്റെ പാർസി പ്രഭു 21 ദിവസം എതിർത്ത് നിൽക്കത്തക്കവണ്ണം ഇതിനുള്ള പ്രാമുഖ്യമുണ്ട്. So what we have to observe is there are some secrets hidden in this chapter 11. നാം നിരീക്ഷിക്കേണ്ടതായ വിഷയം ഈ 11-ാം അധ്യായത്തിൽ ചില മാർമിക വിഷയങ്ങൾ, രഹസ്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. It's not been revealed, it's been sealed. അത് വെളിപ്പെടുന്നില്ല, അത് മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. But God is going to reveal it to us. എന്നാൽ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തുവാൻ പോകുന്നു. In this 11 and 12, chapters 11 and 12, there's a phrase called the time of the end. It's repeated often. 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും ആവർത്തിച്ച് പറയപ്പെടുന്ന ഒരു വാചകമുണ്ട്, അന്ത്യകാലം, അന്ത്യകാലം. Read verse 40. 11:40. 11-ാം അധ്യായം 40-ാം വാക്യം. പിന്നെ അന്ത്യകാലത്ത്. Enough. So here we read of the time of the end. ഇവിടെ നാം അന്ത്യകാലം എന്ന് വായിക്കുന്നു. So when the scripture of truth is revealed to Daniel, Daniel himself can't understand everything. ദാനിയേലിന് ഈ ഗ്രന്ഥം ലഭിച്ചതിന് ശേഷം ദാനിയേലിന് പോലും അവയെല്ലാം ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. So read verse 4. 12:4. Chapter 12 verse 4. 12-ാം അധ്യായം 4-ാം വാക്യം. നീയോ ദാനിയേലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. But thou, O Daniel, shut up the words and seal the book even to the time of the end. So Daniel gets the scripture of truth. ദാനിയേലിന് സത്യഗ്രന്ഥം ലഭിച്ചു. And God tells him, seal it. ദൈവം പറഞ്ഞു അത് മുദ്രയിട്ടേക്കാം. Till when? എന്നുവരെ? Not forever. എന്നേക്കുമല്ല. Till the time of the end. അന്ത്യകാലം വരെ മാത്രം. Then Daniel himself asked, Lord, what is the meaning of these things? When will all this happen? ദാനിയേൽ തന്നെ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഇതിന്റെയൊക്കെ സാരവും അർത്ഥവും എന്ത്? ഇതൊക്കെ എന്ന് സംഭവിപ്പാനുള്ളതാ? You know what answer Daniel gets? എന്തുത്തരമാണ് ദാനിയേലിന് ലഭിച്ചതെന്നോ? Sorry Daniel, no answer for that. The words are sealed. You will not understand. ദാനിയേൽ, ക്ഷമിക്കണം, ഇപ്പോൾ ഈ ദൂതുകൾ നിനക്കുള്ളതല്ല, അത് മുദ്രയിടപ്പെട്ടിരിക്കുന്ന ദൂതുകളാകുന്നു അന്ത്യകാലത്തേക്ക്. Read verse 8 and 9. 8-9 വാക്യങ്ങൾ വായിക്കാം. ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല, ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. And I heard, but I understood not. Then said I, O my Lord, what shall be the end of these things?
And he said, "Go thy way, Daniel, for the words are closed up and sealed till the time of the end." So here Daniel says, I heard all these words. I got the scripture of truth, but I didn't understand. ഇവിടെ ദാനിയേൽ പറയുന്നു, ഞാൻ ഈ വചനങ്ങളെല്ലാം കേട്ടു, എനിക്ക് സത്യഗ്രന്ഥം ലഭിക്കുകയും ചെയ്തു, പക്ഷേ എനിക്കൊന്നും ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. So I asked the angel, what does all this mean? അപാകയാൽ ദാനിയേൽ ദൂതന്റെ അടുക്കൽ ചോദിക്കുന്നു, എന്താകുന്നു ഇതിന്റെ അർത്ഥം? The angel said, go thy way, Daniel. These words are closed. They are sealed up till the time of the end. In the time of the end, it will be unsealed. ദൂതൻ ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേൽ, നീ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു, അന്ത്യകാലം വരെയും ഇത് മുദ്രയിടപ്പെട്ടിരിക്കുന്നു. Now we are living in the time of the end. ഇപ്പോൾ നാം അത്രേ ഈ അന്ത്യകാലത്ത് ജീവിക്കുന്നവർ. We are living in the time when the seal is going to be opened. നാം ഈ മുദ്രകൾ പൊട്ടിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നു. So there are some hidden things in these scripture portions which God is going to reveal to us. ദൈവം നമുക്ക് വെളിപ്പെടുത്തുവാൻ പോകുന്നതായ ചില മർമ്മങ്ങൾ, രഹസ്യങ്ങൾ ഈ വചനങ്ങളിലുണ്ട്. In other words, just like Daniel saw some apocalyptic visions, end time visions in his days so many centuries ago, അന്ത്യകാല ദർശനങ്ങൾ തന്റെ കാലത്ത് ദാനിയേൽ കണ്ടതുപോലെ, we who are living in these end times, God is going to reveal to us. He's going to open these seals and show us the meanings of these scriptures that are as end time visions. അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്ക് കർത്താവ് ഇവയെ തുറന്നു തന്ന് ഇതിന്റെ അർത്ഥങ്ങളെ ഗ്രഹിപ്പിച്ച് അന്ത്യകാല ദർശനങ്ങളെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Which means, like Daniel, we have to sit up in the nights and pray, because it's only when we watch and pray that we will receive these visions. അതിനായി ദാനിയേലിനെ പോലെ രാത്രികാലങ്ങളിൽ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ രാത്രികാലങ്ങളിൽ നമുക്ക് ദർശനങ്ങൾ, വെളിപ്പാടുകൾ ലഭിക്കുകയുള്ളൂ. Most of Daniel's visions came in the night. ദാനിയേലിന്റെ ദർശന പരമ്പരകളിൽ ഏറിയ ഭാഗവും രാത്രികാലങ്ങളിലാണ് ലഭിച്ചത്. So we need people who can sit up in the night and watch and pray to receive these apocalyptic revelations. ആകയാൽ നാം ഈ നാളുകളിൽ രാത്രികാലങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി കാണപ്പെടണം. അപ്പോൾ നമുക്ക് അന്ത്യകാല ദർശനങ്ങൾ ലഭ്യമാകും. The second thing that God wants in our life in these last days, ഈ അന്ത്യനാളുകളിൽ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നതായ അടുത്ത വിഷയം, as God's children, we are going to enter into an era, a period where there's going to be a big global economic crisis. ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യം ഉള്ളതായ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവജനമായിരിക്കുന്ന നാം ഏവരും പ്രവേശിക്കുവാൻ പോവുകയാണ്. Recently, just about 1 week ago, I read a news report. India is doomed financially and economically. സാമ്പത്തികമായി ഏറ്റവും തകർന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ പരിതപിക്കുന്നു എന്നൊരു വാർത്ത ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വായിക്കുകയുണ്ടായി. Which means India also is going to enter into a big financial crisis. അതിന്റെ അർത്ഥം ഇന്ത്യയും സാമ്പത്തികമായി ഒരു വലിയ ഞെരുക്കത്തിലേക്ക്, മാന്ദ്യത്തിലേക്ക് കടക്കുവാൻ പോകുന്നു. I don't know how true that is, who wrote that. എനിക്ക് വ്യക്തമായി അത് ആരെഴുതിയെന്ന് അറിയുകയില്ല. But the Bible says there's going to be the huge crisis that will result in people asking for a dictator. Someone come up and solve these problems for us. എന്നാൽ ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു ജനങ്ങൾ ആവശ്യപ്പെടും, ഈ ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കത്തക്കവണ്ണം ഒരു ഏക ലോക അധിപതി എഴുന്നേറ്റ് വരേണം. So a huge crisis is coming, a world economic crisis. ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യം, ഒരു വലിയ മാന്ദ്യം കടന്നു വരുവാൻ പോവുകയാണ്. It will start even before Jesus comes. അത് കർത്താവായ യേശുവിന്റെ പുനരാഗമനത്തിനു മുൻപ് തന്നെ അത് സംഭവിച്ചു തുടങ്ങും. So these winds are going to blow like this. ഈ കാറ്റുകൾ ഇതുപോലെ വീശി തുടങ്ങുമ്പോൾ, as children of God, we have to live in these difficult times without compromising with the truth. ദൈവ മക്കളായിരിക്കുന്ന നാം സത്യത്തെ വിട്ടുകളയാതെ ജീവിക്കുന്നവരായിരിക്കണം. Having our basic needs met is going to be very difficult. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ സന്ധിക്കപ്പെടുക എന്നുള്ളത് പോലും ബുദ്ധിമുട്ടായി തീരുന്ന ഒരു കാലഘട്ടം. If we compromise with the coming powers, we can have our needs met. But if we are going to be very strict with ourselves, it's going to be very difficult to survive. വരുവാൻ പോകുന്ന ശക്തികളുമായി നാം സഖ്യതയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ സുഗമമായി ജീവിക്കാം. എന്നാൽ നാം നമ്മുടെ ജീവിതത്തെ കുറിച്ച് കർശനമുള്ളവരാകുന്നുവെങ്കിൽ നമുക്ക് ജീവിപ്പാൻ നന്നേ
പ്രയാസമായിരിക്കും. So how do we survive in this coming crisis? നാം ഈ വരുന്ന ഞെരുക്കത്തിൽ, സാമ്പത്തിക മാന്ദ്യത്തിൽ എങ്ങനെ ഉപജീവനം കഴിക്കും? Dear brother, dear sister, പ്രിയ സഹോദരാ, പ്രിയ സഹോദരി, don't think you can depend on your hoarded money in your bank. നിങ്ങളുടെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപത്തിൽ നിങ്ങൾക്ക് ആശ്രയിച്ച് താങ്ങായിരിക്കാമെന്ന് ചിന്തിക്കരുതേ. Don't think I have a house, I have land, and therefore I am safe. എനിക്ക് വീടുള്ളതുകൊണ്ട്, വസ്തു ഉള്ളതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണെന്ന് നിങ്ങൾ കരുതരുത്. Everything is going to be taken out of our hands. നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് ഒക്കെയും പിടുങ്ങിയെടുക്കപ്പെടുവാൻ പോവുകയാണ്. In the UN, a book was written. It's called Agenda 21. That means in the 21st century, the plan for the 21st century. 21ാം നൂറ്റാണ്ടിലേക്ക് വേണ്ടതായ പദ്ധതി എന്നൊരു പുസ്തകം ഐക്യരാഷ്ട്ര സംഘടനയിൽ രചിക്കപ്പെട്ടു കഴിഞ്ഞു. And in that, it is written how, in case of an emergency, the UN has the right to take control of lands and people and minerals and water bodies. And in other words, take control of everything in case of an emergency. ഒരു അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ വസ്തുവകകൾ, പണം, വേഗത്തിൽ പണമാക്കുവാൻ കഴിയുന്നതായ വസ്തുതകൾ, ഇവയൊക്കെയും വേഗത്തിൽ അവർ പിടിച്ചെടുക്കുവാൻ കഴിയുന്നതായ ഒരു നിയമത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നു. It can control every house, every land, even people. ഓരോ വീടിനെയും, ഓരോ ഓരോ വീടിനെയും, ഓരോ വ്യക്തികളെയും വരെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും. So you can't say it's my house, it's my property, it's my money. Everything can be frozen in case of an emergency. അപ്പോൾ നിങ്ങൾക്കിത് എന്റെ പണം, എന്റെ വീട് എന്നൊന്നും പറയുവാൻ കഴിയുകയില്ല. സകലവും അവന്റെ കരങ്ങളിൽ മരവിപ്പിക്കപ്പെട്ടിരിക്കും. Although this will be fully in vogue or in effect in the reign of the Antichrist. എതിർക്രിസ്തുവിന്റെ കാലത്തിലെ ഇത് സമ്പൂർണമായി നിലവിൽ വരികയുള്ളൂ എങ്കിൽ തന്നെയും the pressures will be felt even before Jesus comes. അതിന്റെ സമ്മർദ്ദങ്ങൾ കർത്താവിന്റെ വരവിന് മുൻപ് തന്നെ നമുക്ക് അനുഭവ്യമാണ്. So how are we going to survive? നാം എങ്ങനെ ഇതിനെ അതിജീവിക്കും? So we need great faith to survive, to create situations in difficulties so that we can have our needs met from God without compromising with the truth. സത്യത്തിന് ഒരു സത്യത്തെ നമ്മൾ വെച്ച് സന്ധി ചെയ്ത് വിട്ടുകളയാതെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് വാങ്ങി എടുക്കുന്നതായ ഒരു വലിയ വിശ്വാസം നമുക്ക് ഇതിന്റെ നടുവിൽ ആവശ്യമാണ്. But very sad, today our faith is very small. എന്നാൽ വളരെ ദുഃഖമെന്ന് പറയട്ടെ, നമ്മുടെ ഇക്കാലത്തെ വിശ്വാസം അല്പവിശ്വാസമാണ്. Many of us are walking by sight. നമ്മിൽ അനേകരും കാഴ്ചയാലാണ് ജീവിക്കുന്നത്. So we must be able to see through all these hindrances at the rock or at that mountain from which cometh our help. We must be able to see through all these hindrances and look to the hill from whence cometh our help. ഈ തടസ്സങ്ങളുടെ പ്രതിസന്ധികളുടെ ഇടയിൽ കൂടെ നാം സഹായം വരുന്ന പർവ്വതത്തിന്റെ അഗ്രത്തെ കാണുവാൻ കഴിയുന്നവരായിരിക്കണം. If we turn to Revelation chapter 12, നാം വെളിപ്പാട് പുസ്തകം 12ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, even the church which is left behind, those Christians who are left behind when Jesus comes, കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ കൈവിടപ്പെട്ടു പോകുന്ന ദൈവജനം സഭ, see, they won't take the mark. അവർ മുദ്ര ഏൽക്കുന്നില്ല. So they will go through very difficult times. അവർ വലിയ പ്രതിസന്ധികളുടെ സമയങ്ങളിൽ കൂടി കടന്നു പോകുന്നു. Their accounts are going to be frozen. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടും. But still the Bible says God will feed them. എന്നാൽ അവിടെയും പറയുന്നു ദൈവം അവരെ പോറ്റി പുലർത്തും. Read verse 6. 6ാം വാക്യം. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. And the woman fled into the wilderness, where she had a place prepared of God, that they should feed her 1260 days. So here we read of the church which is left behind is being fed by God during that time. ഇവിടെ നാം വായിക്കുന്നു, കൈവിടപ്പെട്ടു പോയ ദൈവസഭയെ ആ കൈവിടപ്പെട്ടതിന് അനന്തരമുള്ള കാലഘട്ടത്തിൽ ദൈവം അവളെ പോറ്റി പുലർത്തുന്നു. So even though the basic needs of the church that is left behind are not going to be met by the government, their own bank accounts and other sources are going to be shut, God is going to somehow make some provision for them to survive in those days. കൈവിടപ്പെട്ടു പോകുന്ന ആ സഭയെ അന്നത്തെ അധികാര വൃന്ദമല്ല സഹായിക്കുന്നത്, ദൈവം മറ്റൊരു വിധത്തിൽ ദൈവം അവരെ പോറ്റി പുലർത്തുന്നു.
So even in these difficult times, we must look to God without compromising. ആകയാൽ ഈ ദുഷ്കാലത്തിൽ നാം യാതൊരു സന്ധിയും കൂടാതെ ഒത്തുപോക്കും കൂടാതെ ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവരായിരിക്കണം. Don't borrow money to finish your problems. നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ പണം കടം വാങ്ങുന്നവരായി കാണപ്പെടരുത്. Ask God for faith to solve your problems. ദൈവത്തോട് വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായി ചോദിക്കുവീൻ. One day, many years ago, I met one brother. അനേക സംവത്സരങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു സഹോദരനെ സന്ധിക്കുവാനിടയായി. And he had a debt of about 20,000 rupees. തനിക്ക് 20,000 രൂപയുടെ കടമുണ്ടായിരുന്നു. His salary was 2,000. തന്റെ ശമ്പളം 2,000 രൂപയായിരുന്നു. I'm saying it's about 15 years ago. ഞാനൊരു 15 വർഷം മുമ്പത്തെ ചരിത്രമാണ് പറയുന്നത്. So I asked him, after some months, I met him and asked, is your debt cleared? He said, brother, I have only 2,000 rupees salary. How can I clear my debt with that? ചില മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും തന്നെ കണ്ടുമുട്ടിയപ്പോൾ, സഹോദര, താങ്കളുടെ കടഭാരം തീർന്നോ എന്ന് ചോദിച്ചു. താൻ എന്നോട് ചോദിച്ചു, എന്റെ ബ്രദറെ, എനിക്കാകെ 2,000 രൂപ വരുമാനമുണ്ട്, എങ്ങനെ എന്റെ കടബാധ്യത തീരും? So I felt very bad for him because he thinks God has to take from his salary 10 rupees every month and give to the debtor. For that you don't need God. എനിക്ക് തന്നെ കുറിച്ച് വളരെ സങ്കടകരമായി തോന്നി. കാരണം താൻ ചിന്തിക്കുന്നത് ദൈവം മാസം തോറും തന്റെ 2,000 രൂപയിൽ നിന്ന് 10 രൂപ വീതം എടുത്ത് കടം വീട്ടണമെന്നാണ്. You don't need God for that. അതിന് നമുക്ക് ദൈവത്തെ ആവശ്യമേ ഇല്ല. Our God will supply our needs from the riches of His glory, not from our salary. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ തന്റെ മഹത്വത്തിന്റെ ധനത്തിൽ നിന്ന് നിവർത്തിക്കണം, നമ്മുടെ ശമ്പളത്തിൽ നിന്നല്ല. Many years ago, not many years ago, maybe about 10 or 20 years ago, in one of our churches in America, they were going in great poverty. അമേരിക്കയിലുള്ള നമ്മുടെ ഒരു സഭ 10-20 വർഷങ്ങൾക്ക് മുൻപ് കടുത്ത ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. Sunday service was coming, the weekend was coming, and they had no food for the faith home. സഭാരാധന കടന്നു വരുന്നു, ആഴ്ചയുടെ അവസാനം കടന്നു വരുന്നു, സഭയിൽ ആഹാരമേ ഇല്ല. So they didn't know what to do. അവർക്ക് എന്ത് ചെയ്യണമെന്നും അറിയുന്നില്ല. Suddenly they got a phone call from a departmental store. അവർക്ക് അപ്പോൾ ഒരു പലവ്യഞ്ജന കടയിൽ നിന്ന് അവർക്കൊരു ഫോൺ കോൾ വരികയുണ്ടായി. And they said, we have a lot of food and the expiry date is nearing. Bread, egg, ice cream, all this. So is it okay if you all can come and take it? Because the date is expiring, we can't sell it anymore. അതിന്റെ ഉപയോഗിക്കുവാൻ കഴിയുന്ന അവസാന ദിവസം എക്സ്പയറി ഡേറ്റ് അടുത്തു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വിൽക്കുവാൻ കഴിയില്ല. നിങ്ങൾ വന്ന് ഇവിടെ ബ്രെഡ്, ഐസ്ക്രീം, മുട്ട ഒക്കെ ധാരാളമുണ്ട്, നിങ്ങൾ ഇതൊന്ന് വന്ന് എടുത്തുകൊണ്ട് പോകുമോ എന്ന് ചോദിച്ചു. So they had more than enough that Sunday. They had that week. ആ ആഴ്ചയിൽ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വിളമ്പുവാൻ തക്കവണ്ണം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആഴ്ചകളെക്കാട്ടിലും അധികം ഭക്ഷണം അവർക്കുണ്ടായിരുന്നു. How did they get our faith home number? അവർക്ക് എങ്ങനെ നമ്മുടെ വിശ്വാസ വീടിന്റെ നമ്പർ കിട്ടി? Somebody gave that man in the department a tract with our phone number on it. ആ പലവ്യഞ്ജന കടയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ നമ്മുടെ ഫോൺ നമ്പർ ഉൾപ്പെട്ടതായ ഒരു ട്രാക്ട് ആരോ ഒരാൾ കൊടുത്തിട്ട് പോയി. And the tract was on the table. ആ ട്രാക്ട് തന്റെ മേശപ്പുറത്തുണ്ടായി. By chance he picked that up and he said, I can ask these people. He called us up and that's how God fed them. താൻ യാദൃശ്ചിക ആ ട്രാക്ട് ഒന്ന് എടുത്തു നോക്കി, അതിൽ നമ്മുടെ നമ്പർ കണ്ടു, ഒന്ന് വിളിച്ചു നോക്കിയേക്കാം എന്ന് കരുതി വിളിച്ചു. So we need to practice faith. നാം വിശ്വാസത്തെ പ്രാവർത്തികമാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. As we read just now, if God can feed the church which is left behind and make some provision for them, how much more will He not feed us? നാം ഇപ്പോൾ വായിച്ചതുപോലെ കൈവിടപ്പെട്ടുപോയ സഭയ്ക്ക് സഭയെ ദൈവം പോറ്റിപ്പുലർത്തുകയും അവർക്കൊരു ജീവനോപാധി കൊടുക്കുകയും ചെയ്തുവെങ്കിൽ നമ്മെ ഈ കാലഘട്ടത്തിൽ എത്രയധികം. So in your personal prayers, pray for the spirit of faith. ആകയാൽ നിങ്ങളുടെ വ്യക്തിഗതമായ പ്രാർത്ഥനയിൽ വിശ്വാസത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. God willing, we will ask God for that spirit of faith in a few minutes. ചില നിമിഷങ്ങൾക്കകം ദൈവം അനുവദിക്കുന്ന പക്ഷം നാം ആ വിശ്വാസത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. But before we close, നാം പര്യവസാനിപ്പിക്കുന്നതിന് മുൻപേ there's just one more thing that I would like to say. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഒരു വിഷയം കൂടെ ആഗ്രഹിക്കുന്നു. Just like these negative, adverse, supernatural winds are blowing across the masses in this world, തെറ്റായ ഈ വൈരുദ്ധ്യാത്മകമായിരിക്കുന്ന ഈ ദുഷ്ട കാറ്റുകൾ ജനസമൂഹങ്ങളെ വലിച്ച് ഇഴച്ചുകൊണ്ട് പോകുന്നത് പോലെ good winds are also going to blow.
നന്മയുടെ കാറ്റുകളും വീശുവാൻ പോകുന്നു. There's going to be a good worldwide revival in these last days. It's already begun, but it's all going to increase. ആഗോള വ്യാപകമായി ഒരു നന്മയുടെ ഉണർവിന്റെ കാറ്റ് വീശി അടിക്കുവാൻ പോകുന്നു. ഇപ്പോൾ തന്നെ അത് വീശി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. And it's going to increase in the last day. അത് ഈ അന്ത്യനാളുകളിൽ വർദ്ധിക്കുവാനും പോകുന്നു. Read John chapter 3 and verse 8. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം. കാറ്റിഷ്ടമുള്ളയിടത്ത് ഓതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന ഉത്തരം പറഞ്ഞു. The wind bloweth where it listeth, and thou hearest the sound thereof, but canst not tell whence it cometh and whither it goeth. So is everyone that is born of the Spirit. Everyone that is born of the Spirit is like the wind. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം കാറ്റുപോലെ ആകുന്നു. All those who say, I'm born of the Spirit, put up your hands. ഞാൻ ആത്മാവിനാൽ ജനിച്ചവൻ എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തട്ടെ. Hallelujah. Hallelujah. So you are like the wind, this verse says. വചനം ഈ വചനം പറയുന്നു, നിങ്ങൾ കാറ്റുപോലെയാണ്. That means you must also blow upon this planet. അതിന്റെ അർത്ഥം നിങ്ങളും ഈ ഭൂതലത്തിന്മേൽ വീശി അടിക്കണം. So God is going to empower us so that we also might become winds blowing across the planet. ഭൂതലത്തിലെങ്ങും വീശി അടിക്കുന്ന കാറ്റുകളായി നാം രൂപാന്തരപ്പെടേണ്ടതിന് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുവാൻ പോകുന്നു. In this world we see so many individuals that are gathering masses and leading them in the wrong direction. നാം ഈ ലോകത്തിൽ അനേകമായ വ്യക്തി പ്രഭാവങ്ങളെ കാണുവാൻ കഴിയും. അനേകായിരങ്ങളെ തന്റെ പിന്നാലെ കൂട്ടി അവരെ തെറ്റായ ദിശയിലേക്ക് വഴി നടത്തുന്നവർ. So many people starting new philosophies, new religions and leading thousands towards destruction. അനേക മനുഷ്യർ പുതിയ താത്വികങ്ങളെ ഉയർത്തിക്കൊണ്ട് പുതിയ മതങ്ങളെ ഉയർത്തിക്കൊണ്ട് അനേകരെ തങ്ങളുടെ പിന്നാലെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. In the same way God wants us to become good winds to lead people from darkness into light. ഇതുപോലെ ദൈവം നമ്മെ ഒരു നന്മയുടെ കാറ്റുകളാക്കി മാനവരാശിയെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. This is not the time to build our personal small kingdoms in this world. ഇത് നമ്മുടെ വ്യക്തിഗതമായ ചെറിയ രാജ്യത്വങ്ങൾ ഉണ്ടാക്കുവാനുള്ള സമയമേ അല്ല. This is the time to join God in His kingdom and build His kingdom and bring many into His kingdom. ഇത് ദൈവത്തോട് കൂടെ അവന്റെ രാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഉൾപ്പെട്ടുകൊണ്ട് അവന്റെ രാജ്യമായി മാറപ്പെട്ടുകൊണ്ട് അനേകരെ അവന്റെ രാജ്യത്തിലേക്ക് നടത്തുവാനുള്ള കാലമത്രേ. Some years ago I met a sister. ചില സംവത്സരങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു സഹോദരിയെ സന്ധിപ്പാനിടയായി. For 1 year she was going through some kind of a problem in her mind. ഒരു വർഷത്തോളം ആ സഹോദരി ചില മാനസിക പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. She was from another church. താൻ മറ്റൊരു സഭയിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. But then she came and said, brother, I don't know how long this is going to go on. There's so much of work to do. താൻ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇത് എത്ര നാൾ മുൻപോട്ട് പോകുമെന്ന് അറിയില്ല ബ്രദർ, അനേകം പ്രവർത്തികൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. And I asked her, what work are you doing? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? Are you employed? താങ്കൾ തൊഴിൽ ഉള്ള വ്യക്തിയാണോ? She said no. അവർ പറഞ്ഞു, and I asked, what work? ഞാൻ ചോദിച്ചു, എന്താണ് ജോലി? I must build His kingdom. I must build God's kingdom. ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. I was really astonished at that revelation. She is a married person and she has a family to look after. But in the midst of those mental problems, look at her burden. I must build God's kingdom. ഞാൻ നോക്കിയപ്പോൾ താൻ ഒരു വിവാഹം കഴിഞ്ഞ വ്യക്തി, കുടുംബഭാരമുണ്ട്. ആ ഭാരങ്ങളുടെ ഒക്കെ നടുവിൽ, മാനസിക അസ്വാസ്ഥ്യങ്ങളുടെ നടുവിൽ തനിക്കൊരു വലിയ ഭാരം, ദൈവരാജ്യം കെട്ടിപ്പണിയണം. In the same way, we need to receive the right burdens about the times that we are living in. നാം ജീവിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് ശരിയായ ഒരു ഭാരം ഉൾക്കൊള്ളേണ്ട ആവശ്യകത നമുക്കുണ്ട്. So God is going to send His winds into the church, and there's going to be a big Pentecostal revival in these last days. We should become winds and we should start blowing in this world. ദൈവം സഭയുടെ നടുവിൽ ഒരു വലിയ ഉണർവിനെ അയച്ച് സഭയിൽ നിന്നൊരു കാറ്റിനെ പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ആ കാറ്റുകളായി മാറ്റപ്പെട്ട് ഭൂതലത്തിൽ നാം തന്നെ വീശപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Very soon we are all going to fly away from this world. It's not a matter of years, it's just a matter of months. അതിവേഗത്തിൽ നാം ഏവരും ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് പറന്നുയരുവാൻ പോകുന്നു. അത് വർഷക്കണക്കുകളല്ല, അത് ചില
മാസക്കണക്കുകൾ മാത്രം. When I say months, I don't mean within 12 months. I don't mean by the end of 2018, but it's just few months. Don't think of many years after this. മാസങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ 2018 അവസാനമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് 12 മാസത്തിന്റെ ഉള്ളിൽ നിന്ന് എണ്ണുവാനല്ല, മാസങ്ങളേ ഉള്ളൂ എന്നാകുന്നു ഞാൻ പറയുന്നത്. Yesterday I told you how the doomsday clock is 2 minutes to midnight. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചല്ലോ, അന്ത്യവിധി ദിന ഘടികാരം എങ്ങനെ അതിന്റെ അന്ത്യത്തിലേക്ക് കടക്കുന്നു. 2 നിമിഷം മാത്രമേ അതിൽ ശേഷിക്കുന്നുള്ളൂ. May our inner eyes be opened to see those winds that are blowing. Let us wake up to reality and come to join God in these times. നമ്മുടെ ഈ കാറ്റുകൾ, വീശപ്പെടുന്ന കാറ്റുകളെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ ആന്തരിക ദൃഷ്ടികൾ പ്രകാശിക്കട്ടെ. നമുക്കും ആ കാറ്റുകളായി വീശപ്പെടാം. Before closing, God must give us the spirit of faith. നാം ഈ യോഗം പര്യവസാനിപ്പിക്കുന്നതിന് മുൻപേ ആ വിശ്വാസത്തിന്റെ ആത്മാവ് നമുക്ക് ലഭിക്കണം. Faith is a pair of eyes. Faith, വിശ്വാസം എന്നത് ഒരു 2 കണ്ണുകളാണ്. They will see beyond the visible. അത് ദൃശ്യമായതിന് അപ്പുറമായതിനെ കാണുന്ന കണ്ണുകളാണ്. Those eyes of faith will not see what is visible. അത് ദൃശ്യമായതിനെ കാണുകയേയില്ല. If you see Abraham's faith, നോക്കുവിൻ അബ്രഹാമിന്റെ വിശ്വാസം. The Bible says he considered not his body dead, nor Sarah's womb as dead. തന്റെ ശരീരം നിർജീവമെന്നെണ്ണിയില്ല, സാറയുടെ ഉദരവും നിർജീവമെന്നെണ്ണിയില്ല. He considered not. So not seeing the visible is part of faith. അവൻ അതിനെ അപ്രകാരം കരുതിയില്ല, കാരണം അവൻ അതിനെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ടായിരുന്നു കണ്ടിരുന്നത്. No. Not seeing the visible is part of faith. Not seeing the visible is part of faith. ദൃശ്യമായതിനെ കാണാതിരിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. So when we have faith, it has 2 parts. One is not seeing what these eyes see. Secondly, seeing what is in the invisible world. വിശ്വാസത്തിന് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ദൃശ്യമായതിനെ, കാണുന്നതിനെ കാണാതിരിക്കുന്നതും, 2 കാണുവാൻ കഴിയാത്ത അദൃശ്യമായതിനെ, ഈ കാഴ്ചയ്ക്ക് അപ്പുറമുള്ളതിനെ കാണുന്നതും അത്രേ. So today we are going to pray for that faith. ഇപ്പോൾ നാം ആ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. We are going to need it very badly in these last days. നമുക്ക് ഈ കാലഘട്ടത്തിൽ അത് വളരെ അത്യന്താപേക്ഷിതമായി ആവശ്യകതമായിരിക്കുന്നു. I'll just give you an example, an illustration from the Bible. ഞാൻ അതിനായി നിങ്ങൾക്ക് ബൈബിളിൽ നിന്നൊരു ചിത്രീകരണത്തെ നിങ്ങൾക്ക് പ്രദർശിപ്പിച്ചു നൽകാം. You can look at David's faith. നിങ്ങൾ ദാവീദിന്റെ വിശ്വാസത്തെ നോക്കുക. When he stood in front of the giant Goliath, താൻ മല്ലനായ ഗോലിയാത്തിന്റെ മുൻപാകെ നിൽക്കുന്നു. David would have been only half Goliath's size. ഗോലിയാത്തിന്റെ ഒരു പകുതി മാത്രമേ ഈ ദാവീദ് ഉണ്ടായിരിക്കുകയുള്ളൂ. Such a tall man standing in front of him. അത്രമാത്രം ഉയരമുള്ള ഒരു വലിയ മനുഷ്യൻ തന്റെ മുൻപിൽ നിൽക്കുന്നു. Fully enclosed in metal. മുഴുവൻ ലോഹത്തിനുള്ളിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. And he has a huge spear in his hand, the thickness of which will be like these poles. ഈ തൂണുകളോളം വലിപ്പമുള്ള വലിയ വാളും അവന്റെ കയ്യിലിരിക്കുന്നു. He throws that, it will go inside. കുന്തവും തന്റെ കയ്യിലിരിക്കുന്നു. It will enter into him and come on the other side. ആ ഒരു കുന്തം ഈ ദാവീദിനെ എറിഞ്ഞു കഴിഞ്ഞാൽ ആ കുന്തം അവന്റെ ശരീരത്തെ തുളച്ച് മുമ്പിൽ നിന്ന് പുറകിൽ വരെ എത്തിച്ചില്ല. And to resist that giant, he has 5 stones. ആ മല്ലനെ നേരിടുവാൻ തക്കവണ്ണം ഇവന്റെ കയ്യിൽ ഉള്ളതാകട്ടെ വെറും 5 കല്ലുകൾ. Goliath felt insulted. You should come with metal and spear to fight against. You're taking 5 stones. You're irritating me. ഗോലിയാത്തിന് തൻ പരിഹസിക്കപ്പെടുന്നത് പോലെ തോന്നി. ഗോലിയാത്ത് ചിന്തിച്ചു, കുറഞ്ഞ പക്ഷം നീ ഒരു ലോഹ ചട്ടക്കൂടിനുള്ളിൽ ഒരു കുന്തവുമായി എങ്കിലും കടന്നു വരേണ്ടതാകുന്നു. നീ എന്നെ അസ്വസ്ഥനാക്കുകയാണ്. But look at David's eyes of faith. എന്നാൽ ദാവീദിന്റെ വിശ്വാസ കണ്ണുകളെ നോക്കുവിൻ. Today I'm going to take your head from you. ഇന്ന് ഈ ദിനത്തിൽ ഞാൻ നിന്റെ തലയെ നിങ്ങളിൽ നിന്ന് എടുത്തു കളയും. How? With those 5 stones, is it? ഈ 5 കല്ലും കൊണ്ട്. The Bible says a smooth stones. So how will he going to scrape that throat and take off that head? ബൈബിൾ പറയുന്നു മിനുസമുള്ള കല്ലുകളെന്ന്. ഈ മിനുസമുള്ള കല്ലുകൾ കൊണ്ട് അവൻ എങ്ങനെ അവന്റെ കഴുത്തു മുറിക്കും? You know, David has only one chance. ദാവീദിന് ഒരൊറ്റ അവസരമേ ഉണ്ടായിരുന്നുള്ളൂ. When he put that one pebble into the sling and started rotating it, അവൻ ആ ഒരൊറ്റ കല്ലെടുത്ത് തന്റെ കവിണയിൽ കെട്ടി മുറുക്കി ചുഴറ്റുവാൻ തുടങ്ങി. There's only one way to kill the giant.
There's only one way to kill the giant. ആ മല്ലനെ കൊല്ലുവാൻ ഒരേ ഒരു വഴി മാത്രമേ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. It has to hit the forehead. അത് അവന്റെ നെറ്റിയിൽ തറയ്ക്കണം. If it goes a little above, there's a helmet there. ഒരല്പം മുകളിലായാൽ അവന്റെ ശിരാകവചം അവിടെയുണ്ട്. If it goes a little below, the nose will bleed. He won't die. You'll get a more angry Goliath as a result. ഒരല്പം താണുപോയാൽ അവന്റെ മൂക്കിലായിരിക്കും കല്ലുകൊള്ളുന്നത്. അവൻ മരിക്കുകയില്ല. അവന്റെ കോപം എത്രയോ അധികം വർദ്ധിക്കും. Suppose we are in David's place and Goliath is standing there about 50 feet away and we are rotating that sling. നാം ആകുന്നു ദാവീദിന്റെ സ്ഥാനത്ത് നിൽക്കുകയും ഒരു 50 അടി അപ്പുറം ഗോലിയാത്ത് നിൽക്കുന്നു. നാം ഈ മിനുസമുള്ള കല്ലും ചുഴറ്റിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ, what will be going on in our mind while we are rotating the sling? ഈ കവിണ ചുഴറ്റുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഉടലെടുക്കുന്നത്? What if I miss? അയ്യോ, ഉന്നം തെറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും? That's what we'll be thinking. Praise the Lord, please Lord, only. Because if he misses this, before he takes the second stone, the spear will be through David. ആകയാൽ നമ്മളാണെങ്കിൽ പറയും, ദൈവമേ ദൈവമേ, സ്തോത്രം സ്തോത്രം, ഉന്നം പിഴയ്ക്കല്ലേ. കാരണം ഒരു വെട്ടം ഉന്നം തെറ്റിയാൽ അവൻ ഉറപ്പായും കുന്തമെറിയും. അത് നമ്മളെ തുളച്ചു പുറത്തു വരികയും ചെയ്യും. David never thought of the negative side. എന്നാൽ ദാവീദോ അവൻ വൈരുദ്ധ്യമായതിനെ, തെറ്റായുള്ളതിനെ ചിന്തിക്കുകയേ ചെയ്തില്ല. With this first stone, I'm going to hit you on your forehead. I'm going to rush towards you. I'm going to take your sword. I'm going to cut off your head. ഞാൻ ആദ്യത്തെ കല്ലുകൊണ്ട് തന്നെ നിന്റെ തലയെ തകർക്കും. ഞാൻ നിന്റെ മുകളിൽ കയറി നിന്റെ തലയെ വെട്ടി മാറ്റുകയും നിന്നെ നശിപ്പിച്ച് തല വെട്ടി മാറ്റുകയും ചെയ്യും. We must realize how great our God is. നാം നമ്മുടെ ദൈവം എത്രമാത്രം വലിയവൻ എന്നുള്ളതിനെ തിരിച്ചറിയണം. When we realize how great God is, then we can do so many impossible things. ദൈവം എത്ര വലിയവനെന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായ അനേക വിഷയങ്ങളെ ചെയ്യുവാൻ കഴിയും. Just to encourage your faith, I'll just give you a small example, then we'll close our eyes. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഉത്തേജനത്തിനായി ഒരു ചെറിയ ഉദാഹരണം പറയാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മിഴികൾ അടയ്ക്കാം. Some years ago we had a pastor called Pastor Don. ചില വർഷങ്ങൾക്ക് മുൻപ് നമുക്കൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ ഡോൺ അവർകൾ. When I was just in the ministry, I was looking after him for 2 days. ഞാൻ ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന എന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകളിൽ ഞാൻ അദ്ദേഹത്തെ 2 ദിവസം ശുശ്രൂഷിപ്പാനിടയായി. He had just come from Kerala to Chennai. അദ്ദേഹം കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് കടന്നു വന്നു. I think it was after the Kottayam Center Convention. He came to Chennai. കോട്ടയം സെൻട്രൽ കൺവെൻഷന് ശേഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം ചെന്നൈയിലേക്ക് കടന്നു വന്നു. So the brother who was looking after him, he was going to leave late. Pastor came early. So I had to look after him till that brother came. പാസ്റ്ററെ ശുശ്രൂഷിക്കുന്നതായ ബ്രദർ ഇവിടെ നിന്ന് പിന്നീട് പുറപ്പെട്ട് താമസിച്ചേ വരികയുള്ളൂ. ആകയാൽ ആ സഹോദരൻ വരുന്ന ആ ഇടക്കാലയളവ് ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കണമായിരുന്നു. And when pastor landed there, I went into his room. പാസ്റ്റർ വന്ന ഉടനെ ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നു. And then he started laughing. അദ്ദേഹം ചിരിക്കുവാൻ തുടങ്ങി. I said, what happened, pastor? ഞാൻ ചോദിച്ചു, പാസ്റ്റർ എന്ത് പറ്റി? I forgot my suitcase number, he said. ഞാൻ എന്റെ സ്യൂട്ട് കേസിന്റെ ലോക്ക് നമ്പർ മറന്നുപോയി എന്ന് പറഞ്ഞു. Then immediately I went and called up Kottayam Faith Home and contacted that brother and asked him, pastor's forgotten his suitcase number. What is the number? ഞാൻ പെട്ടെന്ന് ഫോൺ ചെയ്ത് കോട്ടയം ഫെയ്ത്ത് ഹോമിലേക്ക് ഫോൺ ചെയ്ത് ആ ബ്രദറിനെ വിളിച്ച്, പാസ്റ്റർ സ്യൂട്ട് കേസിന്റെ നമ്പർ മറന്നുപോയി, എന്താകുന്നു ആ നമ്പർ എന്ന് ചോദിച്ചു. So he said 314. അദ്ദേഹം പറഞ്ഞു 314 ആകുന്നു നമ്പർ എന്ന്. I put down the phone immediately and said 314 314 314 and came into the room. ഞാൻ ഫോൺ വെച്ചിട്ട് 314 314 314 ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുറി. When I came into the room, the suitcase is open. ഞാൻ റൂമിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പെട്ടിയും തുറന്നു. How did you do that, pastor? ഞാൻ ചോദിച്ചു, പാസ്റ്റർ താങ്കൾ എങ്ങനെയാകുന്നു അത് ചെയ്തത്? Again he laughed. He said, I said praise the Lord and opened it. അദ്ദേഹം പിന്നെയും ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ സ്തോത്രം പറഞ്ഞ് അതങ്ങ് തുറന്നു, അത് തുറക്കുകയും ചെയ്തു. So that is called faith. അതാണ് വിശ്വാസം. This is something that I saw with my own eyes. ഇത് ഞാൻ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. So in small things and big things God will do if we have our faith in Jesus. ചെറിയ വിഷയത്തിലും വലിയ വിഷയത്തിലും ദൈവം നമുക്ക് അസാധ്യങ്ങൾ ചെയ്തു തരും, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ.
Let us close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. When the Son of Man cometh, shall he find faith on earth? മനുഷ്യപുത്രൻ വരുന്ന നാളിൽ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? God wants to build up our faith. ദൈവം നമ്മുടെ വിശ്വാസത്തെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. Today God wants us to increase that faith, to receive an anointing to increase that faith. ഇന്ന് രാത്രികാലം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം ഒരു അഭിഷേകം നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Today God is going to give us an anointing called the Spirit of faith. ഇന്ന് രാത്രികാലം ദൈവം നമുക്കൊരു വിശ്വാസം നൽകുവാൻ പോകുന്നു. ആ വിശ്വാസത്തിന്റെ ഒരു അഭിഷേകം നൽകുവാൻ പോകുന്നു. ആ അഭിഷേകം വിശ്വാസത്തിന്റെ ആത്മാവത്രേ. What is the meaning of Spirit of faith? എന്താകുന്നു വിശ്വാസത്തിന്റെ ആത്മാവ് എന്ന വാക്കിന്റെ അർത്ഥം? What does the spirit of anger mean? എന്താകുന്നു കോപത്തിന്റെ ആത്മാവ്? When anger comes, you can't control. It controls you. കോപം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. കോപം നിങ്ങളെ നിയന്ത്രിക്കും. That's called spirit of anger. അതാകുന്നു കോപത്തിന്റെ ആത്മാവ്. In the same way, God is going to give us a spirit of faith. ഇതുപോലെ ദൈവം നിങ്ങൾക്ക് ഒരു വിശ്വാസത്തിന്റെ ആത്മാവ് നൽകുവാൻ പോകുന്നു. Whatever your need might be, എന്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ ആവശ്യം, whatever your challenge might be, നിങ്ങളുടെ വെല്ലുവിളി എന്തുമായിക്കൊള്ളട്ടെ, whoever your enemy might be, നിങ്ങളുടെ ശത്രു ആരുമായിക്കൊള്ളട്ടെ, you are not going to look at the size of your enemy or at the greatness of your challenge. നിങ്ങളുടെ വെല്ലുവിളിയുടെ വലുപ്പത്തെയോ നിങ്ങളുടെ ശത്രുവിന്റെ ഉയർച്ചയോ അല്ല നിങ്ങൾ നോക്കുവാൻ പോകുന്നത്. You may have a giant like problem standing in front of you. നിങ്ങൾക്ക് വലിയ മല്ലനെ പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. But who art thou, O great mountain? Before Zerubbabel thou shalt become a plain. എന്നാൽ സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആരാകുന്നു? നീ ആരായാലും സമഭൂമിയായി തീരും. We are going to enter into a dark period very soon. നാം ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് അതിവേഗം കടക്കുവാൻ പോവുകയാണ്. I want to live by faith. എന്നാൽ എനിക്ക് വിശ്വാസത്തിൽ ജീവിക്കണം. I'll tell you something. Everything is going to be difficult for a Christian in these last days. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, സകലവും ക്രൈസ്തവർക്ക് ഇനിയും വരുന്ന നാളുകളിൽ ദുഷ്കരമാകുവാൻ പോകുന്നു. But when everything is difficult, if you believe, everything is going to become a miracle. എന്നാൽ സകലവും ദുഷ്കരമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ സകലവും നിങ്ങളുടെ മുൻപാകെ അത്ഭുതങ്ങളാകുവാൻ പോകുന്നു. All those who want that spirit of faith, lift up your hands. ആ വിശ്വാസത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തട്ടെ. Our God is creator God. ഓ നമ്മുടെ ദൈവം സൃഷ്ടാവായ ദൈവം. He calls those things that be not as though they were. അവൻ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഉണ്ടായി വന്നു. Things that do not exist, he calls them as though they exist. അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി. Those who want that spirit of faith, ആ വിശ്വാസത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നവർ, today the power of God is coming down upon us. ഓ ഇന്ന് നമ്മുടെ നടുവിൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കുവാൻ പോകുന്നു. An anointing that will close your eyes to what is visible. ഓ അത് ദൃശ്യമായതിനെ കാണാതെ വേണ്ട കണ്ണുകൾ അടച്ചു കളയുന്ന ആ ആത്മാവ്. It will open your eyes to see that which is invisible. അത് അദൃശ്യമായതിനെ കാണുവാൻ തക്കവണ്ണം നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കൂ. Like David, like Abraham, we are going to believe on what does not exist in this visible world. അബ്രഹാമിനെ പോലെ ദാവീദിനെ പോലെ ഈ ദൃശ്യ ലോകത്തില്ലാത്തതിനെ അത് കാണുവാൻ നമ്മളെ പ്രാപ്തരാക്കി തീർക്കൂ. You will speak the word of God and it will happen. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ വായ് തുറന്ന് പറയും, അത് അങ്ങനെ സംഭവിക്കും. Those who have lifted up your hands, the power of God is coming to touch you. ഓ കരങ്ങൾ ഉയർത്തിയവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി സ്പർശിക്കുവാൻ പോകുന്നു. Now you will see only noise. Now you will hear only noise. ശബ്ദം മാത്രം കേൾക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ. But this anointing is going to turn into faith. എന്നാൽ ഈ ശബ്ദം, ഈ അഭിഷേകം നിങ്ങളിൽ വിശ്വാസമായി പരിണമിക്കുവാൻ പോകുന്നു. When you leave this place, this noise will turn into the spirit of faith. ഓ നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ ഈ ശബ്ദം നിങ്ങളിൽ വിശ്വാസമായി പരിണമിക്കും. If you believe, you are going to see God's glory. ഓ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണൂ. Maybe right now you are going through a problem in your life. Right now you may be going through a problem in your life. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിരിക്കാം. But God is, if you believe, God is going to open a closed door in that problem. എന്നാൽ ദൈവം നിങ്ങളുടെ ആ പ്രശ്നത്തിന്റെ നടുവിൽ അടഞ്ഞിരിക്കുന്ന ആ വാതിലിനെ ഇപ്പോൾ തന്നെ തുറക്കുവാൻ പോകുന്നു. You will walk into the mountain, a door will open. നിങ്ങൾ പർവ്വതത്തിലേക്ക് നടക്കൂ, വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടും.
The God of Zerubbabel is your God. സെരുബ്ബാബേലിന്റെ ദൈവം അവൻ നിങ്ങളുടെയും ദൈവം. He is bigger than all the giants that are challenging you. നിന്നെ വെല്ലുവിളിക്കുന്ന അത്ര മല്ലന്മാരെക്കാട്ടിലും നിന്റെ ദൈവം വലിയ ദൈവം. Rabau Shabati Antara Hasparam Tinankalamani Antuna Shabariamankatunanka Samtunankalamania Rabau Shadamantunankalamau Shamania Namankalamuna Sinamankatunankalamankarabari today. Jesus. When the Israelites entered into Canaan, they faced big giants, big nations. ഇസ്രായേൽ കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ ജാതികളെയോ അനാക്യ മല്ലന്മാരെയും അവർ കണ്ടു. But still the Israelites won. എന്നാൽ എങ്കിലുമോ ഇസ്രായേൽ ജയിച്ചു. How did they win? അവർ എങ്ങനെ ജയിച്ചു? God was inside every Israelite soldier. ഓരോ ഇസ്രായേലിയ പടയാളിയുടെ ഉള്ളിലും ദൈവമുണ്ടായിരുന്നു. God was inside their swords, inside their shields, inside their spears. അവരുടെ വാളുകളിലും പരിചകളിലും കുന്തങ്ങളിലും ദൈവമുണ്ടായിരുന്നു. God is going to be inside you in a much bigger manner. അതിനെക്കാട്ടിലും എത്രയോ വലിയ അളവിൽ ദൈവം നിന്നോടുകൂടെ ഇരിക്കുവാൻ പോകുന്നു. Pentecostal brother and sister, you are going to turn into a wind. പെന്തക്കോസ്തുകാരാ പെന്തക്കോസ്തുകാരി, നീ ഒരു കാറ്റായി മാറ്റപ്പെടുവാൻ പോകുന്നു. When you walk, there's going to be a miracle. നീ നടക്കൊള്ളുമ്പോൾ അത്ഭുതങ്ങൾ ഉളവാകും. When you speak, there's going to be miracles. നീ സംഭാഷിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഉടനെ. When you lift up your hands, there's going to be miracles. നിന്റെ കരങ്ങളൊന്ന് ചലിച്ചാൽ, ഉയർത്തിയാൽ അത്ഭുതങ്ങൾ നടക്കും. Shabakaraba Samtuna. വിശ്വാസനായകനേശുവിനാകിനാ വിശ്വാസവീരയായി സ്ഥിരമായി ഓടിടാം. വിശ്വാസനായ